ോടെ ഈ ആഴ്ചയിലെ ഉപവാസ പ്രാർത്ഥനയിലേക്ക് പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. തിരക്കുകളുടെ ഒക്കെ മധ്യത്തിൽ നിങ്ങൾ ഈ സമയം കണ്ടെത്തി അല്പസമയം പ്രകാരം വേർതിരിച്ച് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നതിൽ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഈ സമയം നമ്മൾ ഈ ചിലവിടുന്ന ഈ സമയം നമുക്കെല്ലാം അനുഗ്രഹവും നന്മയും നമുക്ക് മാത്രമല്ല മറ്റ് നമ്മുടെ ചുറ്റുപാടിലുള്ളവർക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹവും നന്മയും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ഈ ഓൺലൈൻ കൂട്ടായ്മ ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും എല്ലാം ദൈവസന്നിധിയിൽ അല്പസമയം ഏകാഗ്രമാക്കി വെക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഒരു പുതിയ പകൽക്കാലം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കാണുവാനും ദൈവമേ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലൊക്കെ ആയിരിക്കാനും അവിടുന്ന് ഇടയാക്കുന്നതിനായിട്ട് സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതങ്ങളെ ഒക്കെ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുവാനും നിന്റെ സന്നിധിയിൽ അതിനെയൊക്കെ ഒന്ന് ഓർക്കുവാനും കർത്താവെ, ആ ഓർമ്മകളിൽ നിന്നുകൊണ്ട് ആ സ്മരണകളിൽ നിന്നുകൊണ്ട് അങ്ങേക്ക് സ്തുതി സ്തോത്രങ്ങളും അർപ്പിക്കുവാനും കർത്താവെ ഈ പകൽക്കാലം ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നതിനായിട്ട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഭയെ പ്രത്യേകമായി അവിടുത്തെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. കർത്താവെ, ഒരു സമൂഹമായി ഞങ്ങളെ ഈ ദേശത്ത് അവിടുത്തെ കൃപയിൽ നയിക്കുന്ന, നടത്തുന്ന, പരിപാലിക്കുന്ന വിധങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങള് ജീവിക്കുന്ന ഈ ലോകത്തിൽ, ഞങ്ങൾ സഞ്ചരിക്കുന്ന ഈ ലോകത്തിൽ നാളുകളിൽ കർത്താവെ കൂടുതൽ പ്രാർത്ഥനയിൽ കർത്താവെ ആയിരിക്കാൻ ഞങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണല്ലോ. അവിടുത്തെ കരുതലും അവിടുത്തെ കൃപയും അവിടുത്തെ നടത്തിപ്പും ഒക്കെ ഞങ്ങൾക്ക് ധാരാളം ആവശ്യമാണല്ലോ. ദൈവമേ, അവിടുത്തെ കൃപയിലൊക്കെ ആശ്രയിപ്പാൻ ഞങ്ങളെ ഈ നാളുകളിൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ കൂട്ടായ്മയിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ചുറ്റുപാടുകളുടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാൻ, ആവശ്യഭാരത്തോടുകൂടെ ആയിരിക്കാൻ, അവയെല്ലാം വിശ്വാസത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ ഈ പകൽക്കാലം നീ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, കടന്നു വന്ന പ്രിയ മക്കൾക്കായിട്ട് സ്തോത്രം. ദൈവമേ, കൂടി വരുവാനുള്ളവരെ അവിടുന്ന് ഇതൊക്കെ ഓർമ്മപ്പെടുത്തി അവരും കർത്താവെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, പല കാരണങ്ങളാൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും കർത്താവെ പലവിധമായ കാരണങ്ങളാൽ പങ്കെടുക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകം ഓർക്കുന്നു. ദൈവമേ, അവർക്കൊക്കെ അവിടുന്ന് അനുഗ്രഹങ്ങളൊക്കെ ആയിരിക്കുന്ന സ്ഥാനത്ത് നൽകണമേ. അവിടുത്തെ കൃപയിൽ ഈ പകൽക്കാലം ഞങ്ങളെ പരിപാലിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ആദ്യോടന്തം നിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ഈ കൂട്ടായ്മകൾക്ക് പാട്ടുകൾ പാടി ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്, നയിക്കുന്നത് പ്രിയപ്പെട്ട വിപിനാണ്. വിപിന് ഇപ്പോൾ 2 പാട്ടുകൾ പാടുന്നതാണ്. എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്. യേശു കാണാം. യെസ്. ആദ്യത്തെ ഗാനം ആരാധ്യൻ യേശുപര. Just say, Lord, come.
വിപിനെ എനിക്ക് തോന്നുന്നു ഓഡിയോ ഒരിച്ചിരി ഒന്ന് ക്രഷ് ആവുന്നുണ്ടായിരുന്നു തോന്നുന്നു കേൾക്കാൻ. അത് വെബ്സൈറ്റ് നെറ്റ്വർക്കിന്റെ ആണോ ചിലപ്പോ ഇത് രണ്ടും കൂടെ സ്ക്രീൻ ഷെയറിങ്ങും വീഡിയോയും ഓഡിയോ എല്ലാം കൂടെ ആയതുകൊണ്ടാണോ എന്നറിയില്ല. ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. ഞാൻ സ്ക്രീൻ ഷെയർ വീഡിയോ വേണേ സ്റ്റോപ്പ് ചെയ്യാം. അതാ സ്ക്രീൻ ഷെയർ ഇല്ലാതെ ഒന്ന് പാടണേ, അപ്പം ചിലപ്പോൾ കുറച്ചുകൂടെ ഓഡിയബിൾ ആയിരിക്കും. യെസ്, പാട്ട് നമ്മുടെ പുസ്തകത്തിലുണ്ടെങ്കിൽ നമ്പർ പറഞ്ഞാൽ മതിയായിരിക്കും, അവര് നോക്കിക്കോളൂ. അതറിയില്ല, എന്നാ പിന്നെ സാരമില്ല, നോ ഇഷ്യൂ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. വിപിൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് സ്ക്രീൻ ഷെയർ ചെയ്തു. വീഡിയോ ഓഫ് ചെയ്യാം ഞാൻ. സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ല, അത് കുറച്ച് സ്ട്രീമിംഗ് കൂടും. എവിടത്തെ നെറ്റ്വർക്ക് കോശിക്ക് എങ്ങനെ കേൾക്കാവോ? ചെറിയ ലാഗ് ഉണ്ട്. വീഡിയോ ഓഫ് ചെയ്തിട്ട് സ്ക്രീൻ ഷെയർ ചെയ്താൽ മതി. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ല, രണ്ടും ചെയ്യുന്നില്ല. വേണ്ട, അപ്പം വീഡിയോ ഓഫ് ചെയ്തിരിക്കാം. അടുത്ത എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് ആഴങ്ങൾ തേടുന്നത്. ഇപ്പൊ സംസാരിക്കുമ്പോ നല്ല ക്ലിയറാ, നല്ല പാട്ടാ, പക്ഷെ അത് മിസ് ചെയ്യും. വി ഡോണ്ട് വാണ്ട് ടു മിസ് ദാറ്റ് സോങ്. ദാറ്റ്സ് റൈറ്റ്. അത് പാടണോ? അത് ഒന്നുകൂടെ പാടിയാ നല്ലതായിരുന്നു കേട്ടോ. ലിസൺ വെൽ. മറ്റേ ശരിക്കും ഭയങ്കരമായിട്ട് ഇതായി ക്രഷ് ആയി പോയിട്ടു. ഇപ്പൊ ശരിയാണോ? ഇപ്പൊ കേൾക്കാം, ഇപ്പൊ കറക്റ്റാ. ഓക്കെ, യെസ്, താങ്ക് യു.
അടുത്ത പാട്ട് ഇത് കേൾക്കാന്നല്ലോ അച്ഛാ. അത് കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിരുന്നു, എന്നാലും നോട്ട് മച്ച് ഇംപ്രൂവ്മെന്റ്. മൈക്കിന്റെ ഫംഗ്ഷനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ വിപിനെ? സംതിങ് അത്ര ക്ലിയർ ആയിരുന്നില്ല വിപിനെ. ഗിത്താറൊന്നും കേൾക്കത്തില്ലായിരുന്നു. ഗിത്താറും മൈക്ക് ഓപ്ഷനകത്ത് എന്തെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടോ? ഓഡിയോ. ഞാൻ ആശിഷാണ് ചേട്ടാ. നമ്മുടെ സൂം സെറ്റിംഗ്സിനകത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോയിസ് സപ്പറേഷൻ ഒന്ന് ഓഫ് ചെയ്താൽ. ഓക്കെ, അതെവിടെ ഓപ്ഷൻ? അത്
ഓഡിയോ സെറ്റിംഗ്സ് എടുക്കാൻ ലാപ്ടോപ്പ് ആണോ? ലാപ്ടോപ്പ് Audio setting. ഓഡിയോ ഓഡിയോ സെറ്റിംഗ്സ് സെറ്റിംഗ്സ് Background. എവിടെയാ? The Zoom background noise removal. അതൊന്ന് ഓഫ് ചെയ്താൽ മതി. ഓക്കെ. ഇപ്പൊ അത് ഓഫ് ആയിരുന്നല്ലേ? അല്ല, അത് ഇപ്പം ഞാനിപ്പോ ചെയ്തത്. Enable ചെയ്തു. ഇപ്പൊ ഞാനത് ചെയ്തു. മൈക്ക് സെറ്റിംഗ് ഒക്കെ ഓക്കെ. ഓക്കെ, ആക്ച്വലി ഇവിടുത്തെ വേറെ കോളിലൊക്കെ കുഴപ്പമൊന്നുമില്ല. സ്പീച്ച് വരുമ്പോ കുഴപ്പമില്ല. ഇപ്പൊ കേൾക്കാം. സോങ് വരുമ്പോൾ സോങ് വരുമ്പോഴായിരിക്കും. പക്ഷെ പാട്ട് വരുമ്പം ഒരു ഇച്ചിരി ഒരു so it looks the mic takes those guitar sounds as well. ഓക്കെ ഓക്കെ ഓക്കെ, ശരി, എന്നാ കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ പ്ലീസ്. താങ്ക് യു. ഓക്കെ, അടുത്ത സോങ് ആഴങ്ങൾ തേടുന്ന ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആഴത്തിൽ ആനന്ദമാം നിന്റെ അന്തരംഗം കാണും ദൈവം, ആനന്ദമാം ദൂരത്തിൽ നിന്റെ അന്തരംഗം കാണും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവിൽ നേടും ദൈവം, ആഴത്തിൽ ആനന്ദമാം ദൂരത്തിൽ നിന്റെ അന്തരംഗം കാണും ദൈവം, ആഴത്തിൽ ആനന്ദമാം ദൂരത്തിൽ നിന്റെ അന്തരംഗം കാണും ദൈവം, കരുതെറ്റി കരുമ്പോൾ മഴപറ്റി അണയും ഷാരേ, കരുതെറ്റി അഴകുമ്പോൾ മഴപറ്റി അണയും ഷാരേ, തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റാൻ കരുനൽകും ദൈവം, തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റാൻ കരുനൽകും ദൈവം, തേടുന്ന ദൈവം, ആത്മാവിൽ ദൈവം, ആഴത്തിൽ ആനന്ദമാം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം, ആഴത്തിൽ ആനന്ദമാം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം, ക്ഷമിച്ചിടും സ്നേഹം, ക്ഷമിച്ചിടും സ്നേഹം, കനിഞ്ഞന്റെ വിരുന്നിന് മണിയാതൻ ഭവനത്തിൽ കടന്നെന്നെ പുണർനേടും ദൈവം, കനിഞ്ഞന്റെ വിരുന്നിന് മണിയാതൻ ഭവനത്തിൽ കടന്നെന്നെ പുണർനേടും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവേ നേടും ദൈവം, ആഴത്തിൽ ആനന്ദമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം, ആഴത്തിൽ ആനന്ദമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം,
ആത്മാവിൽ നേടുന്ന ദൈവം ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. Thank you. Vibina, thank you so much. Same problem ഉണ്ടായിരുന്നു. It was still there. Yeah. But thank you. ഇപ്പോൾ സൂസൻ ആൻറ്റി സങ്കീർത്തനം വായിച്ച് നമ്മളെ സഹായിക്കും. സൂസൻ ജേക്കബ് ആൻറ്റി. The reading for today is taken from Psalms 3. O Lord, how many are my foes? How many rise up against me? Many are saying of me, God will not deliver him. But you are a shield around me, O Lord. You bestow glory on me and lift up my head. To the Lord I cry aloud, and he answers me from his holy hill. I lie down and sleep. I wake again, because the Lord sustains me. I will not fear the tens of thousands drawn up against me on every side. Arise, O Lord, deliver me, O my God. Strike all my enemies on the jaw, break the teeth of the wicked. From the Lord comes deliverance. May your blessing be on your people. Praise be to God. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് അല്പസമയം ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നമുക്ക് ദൈവം നൽകിയ നല്ല സങ്കീർത്തനത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. 3-ാമത്തെ സങ്കീർത്തനത്തിലെ 5-ാമത്തെ വാക്യം അങ്ങനെയാണ് പറഞ്ഞത്. യഹോവ എന്നെ താങ്ങുകയാൽ നമ്മൾ ഉണർന്നിരിക്കും. അതുകൊണ്ട് ഈ ഒരു പുതിയ പ്രഭാതം ദൈവത്തിന്റെ വലിയ ദാനമാണ്. പുതിയ പകൽ ദൈവത്തിന്റെ വലിയ ദാനമാണ്. ഉണർന്നാൽ ഉറങ്ങുമെന്നോ ഉറങ്ങിയാൽ ഉണരുമെന്നോ നമുക്ക് ആർക്കും ഒരു നിശ്ചയവുമില്ല. എപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോകേണ്ടി വരും എന്നൊന്നും നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഉറങ്ങുന്നതും ഉണരുന്നതും എല്ലാം ദൈവത്തിന്റെ വലിയ കൃപയാണ്, ദൈവത്തിന്റെ വലിയ ദാനമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഈ പകൽക്കാലം, പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥനയിൽ ദൈവികമായ സാന്നിധ്യത്തിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താം. ആ ദൈവത്തിന്റെ വലിയ കരുണകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മെ താങ്ങുന്ന, നമ്മെ മുൻപോട്ട് നടത്തുന്ന ദൈവത്തിന്റെ വലിയ പിന്തുണ, ദൈവത്തിന്റെ വലിയ കരുതൽ, ദൈവം നമ്മെ ഓരോ നിമിഷവും താങ്ങുന്ന കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ വീഴാതെ താഴാതെ നമ്മെ പരിപാലിക്കുന്ന, നമ്മെ നടത്തുന്ന ദൈവ കൃപയ്ക്കായിട്ട് മനഃപൂർവ്വമായി നമുക്ക് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും ചിന്തിച്ചത് അതാണല്ലോ, ദൈവത്തിന്റെ യാഗപീഠം നമ്മുടെ വിശ്വാസത്തിന്റെ വ്യക്തതയായ യാഗപീഠം ദൈവത്തെ സ്തുതിക്കാനുള്ള സ്ഥലമാണ്, ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള സ്ഥലമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ തന്നെ ഒരു ആരാധനാലയമായി, യാഗപീഠമായി മാറട്ടെ. അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മൾ നേരിടുന്ന, നമ്മൾ അഭിമുഖീകരിക്കുന്ന, നമ്മൾ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമ്മളെ നടത്തുന്ന, നമ്മളെ അതിനെ അതിജീവിപ്പിക്കുന്ന ദൈവമാണ്, നമ്മളെ മുൻപോട്ട് പുലർത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് മനഃപൂർവ്വമായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമ്പൂർണമായിട്ട് ഫലമേൽപ്പിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ സഭയുടെ ദീർഘമായ ചരിത്രത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ പൂർവികരൊക്കെ ഒന്നുമില്ലായ്മയിൽ നിന്ന് അവിടെയും എവിടെയൊക്കെ ഓടി നടന്നു. പലയിടങ്ങളിൽ നിന്നും ദൈവം പലയിടങ്ങളിൽ നിന്നും പലരും നമ്മളെ ഇറക്കി വിട്ടു. നമ്മുടെ ആരാധനകൾക്കൊക്കെ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ പരദേശവാസമൊക്കെ കഴിഞ്ഞ് ദൈവം നമുക്ക് അനുഗ്രഹീതമായ മനോഹരമായ ഒരു ദേവാലയം നമുക്ക് നൽകി.
അതുകൊണ്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇസ്രായേൽ മക്കൾ 40 സംവത്സരം സഞ്ചരിച്ചാണ് അവരുടെ വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചേർന്നത്. നമ്മളും ദീർഘ വർഷം സഞ്ചരിച്ചു നമ്മുടേതായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ. അതുകൊണ്ട് അവിടേക്കൊക്കെ എത്തിച്ചേരാൻ നമുക്ക് ഇനിയും സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്, യഥാർത്ഥ ദേവാലയത്തിലൊക്കെ എത്തിച്ചേരാൻ. അതുകൊണ്ട് നമ്മുടെ സഭയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം ചെയ്യാം. നമ്മളൊക്കെ ദൈവം നമുക്ക് നൽകിയ നന്മകൾ പകുത്തു കൊടുത്താണ് ഒരു മനോഹരമായ ദേവാലയം, അതിന്റെ ചുറ്റുപാടിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത്. അതൊക്കെ ദൈവത്തിന്റെ സമയത്ത് നമുക്ക് നൽകപ്പെട്ടു. ആ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആരാധനാലയം ദൈവത്തിന്റെ ആലയമായി, പ്രാർത്ഥനാലയമായി. കർത്താവ് പറഞ്ഞതുപോലെ എൻ്റെ പിതാവിന്റെ ആലയം ജനതകൾക്ക് പ്രാർത്ഥനാലയമാണ്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഒരു ക്ലബ്ബോ ഒന്നുമായി തീരാതെ പ്രാർത്ഥനാലയമായി തന്നെ, ആരാധനാലയമായി തന്നെ തുടരാൻ കർത്താവ് നമ്മളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടിവരവുകൾ, ആരാധനകൾ, കൂട്ടായ്മകളെല്ലാം നമ്മൾ തമ്മിലുള്ള ആത്മീയമായ ബന്ധത്തെ ശക്തീകരിക്കുന്നതിന്, ഉറപ്പിക്കുന്നതിന് ഈ മുഖാന്തരമാകണമേ. നമ്മളെ നല്ല മനുഷ്യരാക്കി തീർക്കുന്നതിന്, ദൈവത്തോട് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നതിന്, നമുക്ക് പരസ്പരം കൂടുതൽ അടുക്കുന്നതിന്, നമ്മുടെ കുറവുകളും പിണക്കങ്ങളും ഒക്കെ മറന്ന് ഒന്നായി തീരുന്നതിനുള്ള ഇടമായി കർത്താവ് നമ്മുടെ ആലയത്തെ മാറ്റി തീർക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ ശുശ്രൂഷകളെയും ഓർക്കാം. ആരാധനകൾ, പ്രാർത്ഥനകൾ, കൂട്ടായ്മകൾ, നമ്മുടെ ഏരിയ പ്രേയറുകൾ, നമ്മുടെ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ, ശുശ്രൂഷകളെല്ലാം നമുക്ക് ഓർക്കാം. കർത്താവ് എല്ലാം അനുഗ്രഹിക്കണമേ, എല്ലാം ദൈവനാമത്തിന് മഹത്വത്തിനായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് പലവിധമായ ജീവിത ശോധനകളിലൂടെ കടന്നു പോകുന്ന പലരുമുണ്ട്. നനച്ചിരിക്കാത്ത പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുന്നവർ, രോഗാവസ്ഥകൾ, അതുപോലെ തന്നെ കുടുംബജീവിതത്തിലെ പലവിധമായ ബുദ്ധിമുട്ടുകൾ, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പ്രയാസങ്ങൾ, മനുഷ്യ ബന്ധങ്ങളിലെ പലവിധമായ ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവിക്കുന്നവർ നമ്മളുടെ ഇടയിലുണ്ട്. നമ്മൾ അറിയുന്നതുണ്ട്, നമ്മൾ അറിയാത്ത പല കാര്യങ്ങളുമുണ്ട്. നമുക്കെല്ലാം ഓർക്കാം, നമ്മുടെ കുടുംബങ്ങളൊക്കെ എപ്പോഴും സമാധാനത്തോടെ, സന്തോഷത്തോടെ ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ ഒക്കെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പലരും നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലവിധമായ രോഗാവസ്ഥകൾ, ശാരീരികമായ സുഖമില്ലാത്തവർ, പ്രായത്തിന്റെ ബുദ്ധിമുട്ടുള്ളവർ, അതുപോലെ തന്നെ ഒട്ടനവധി ശാരീരിക ഉള്ളവരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരുപാട് പേർ നമ്മുടെ സഭയിൽ പലവിധമായ ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് അവർക്കൊക്കെ കർത്താവ് വേണ്ട വിടുതൽ നൽകണമേ, സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഭവനത്തിന്റെ ഉള്ളിൽ നാളുകളായിട്ടായി പോയവരുണ്ട്, സഞ്ചരിക്കാൻ കഴിയാത്തവർ, പുറത്തു പോകാൻ കഴിയാത്തവർ, അത്തരത്തിലുള്ള രോഗാവസ്ഥയിലുള്ളവരുണ്ട്. അവരെയൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. കണ്ണിന് വേണ്ടത്ര കാഴ്ചയില്ലാതെ ഭവനത്തിന്റെ ഉള്ളിലൊക്കെ ആയി പോയിട്ടുള്ളവരുണ്ട്, നടക്കാൻ കഴിയാത്തവരുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുകളുള്ള ഒരുപാട് പേരുണ്ട്. അവരെല്ലാം നമുക്ക് ഈ സമയം ഓർക്കാൻ. കർത്താവെ, അവർക്ക് സൗഖ്യം കൊടുക്കണമേ, അവർക്ക് വിടുതൽ കൊടുക്കണമേ, ആരോഗ്യം കൊടുക്കണമേ, അവരെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ക്യാൻസർ രോഗത്തിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന പലരും നമ്മുടെ സഭയിലുണ്ട്. അവരെ ഒക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരുണ്ട്, ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അതുപോലെ തന്നെ അതിന്റെ ഒരു ഹീലിംഗ് പീരീഡിലായിരിക്കുന്നവരുണ്ട്, സർവൈവ് ചെയ്തവരുണ്ട്. അങ്ങനെയുള്ള എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാവർക്കുമുള്ള സൗഖ്യം കർത്താവ് നൽകണമേ. നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവ് സൗഖ്യദായകനാണ്. ദൈവം നമ്മുടെ ദൈവം നമുക്ക് സൗഖ്യം നൽകുന്ന ദൈവമാണ്. അതുകൊണ്ട് അത് നമ്മുടെ ആരുടെയും കഴിവോ നമ്മുടെ പ്രാർത്ഥനയുടെ കഴിവോ വിശ്വാസത്തിന്റെ ബലമോ ഒന്നുമല്ല. അതൊരു വലിയ ദൈവത്തിന്റെ വലിയ ഒരു അത്ഭുതമാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വലിയ മർമ്മമാണ്. അതുകൊണ്ട് കർത്താവേ, നീ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം നൽകണമേ. അവർ നേരിടുന്ന ശാരീരികമായ പ്രയാസം, പ്രത്യേകിച്ച് കീമോയും പ്രയാസങ്ങളും ഒക്കെ ചെയ്യുന്നവരുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. രോഗത്തെക്കാൾ വലിയ പ്രയാസമാണ് ഈ രോഗത്തിന്റെ ചികിത്സാ സമയത്തെ പ്രതിസന്ധികൾ പലരും നേരിടുന്നത്. പലപ്പോഴും അതൊക്കെ നേരിടുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിനേക്കാൾ നല്ലത് രോഗമാണ് ചികിത്സയേക്കാൾ. എന്നാൽ അവർക്കൊക്കെ കർത്താവ് സൗഖ്യം കൊടുക്കണമേ, ബലം കൊടുക്കണമേ. പ്രയാസങ്ങളും കഷ്ടതയിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും ഒരു വലിയ സുഖം, വലിയൊരു പ്രത്യാശ, വലിയൊരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള ഉറപ്പോടുകൂടി ആയിരിക്കാൻ അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. അതുപോലെ മറ്റു പലവിധമായ
സുജിത്തിന്റെ മകൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏര്യൻ, അവന് ദൈവം ആശ്വാസം നൽകി ഭവനത്തിലായിരിക്കുന്നു. അവന് പൂർണ്ണമായിട്ട് വിടുതൽ കൊടുക്കണമേ എന്ന്. അതുപോലെ തന്നെ പനിയുടെ പ്രയാസത്താൽ ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ ബുദ്ധിമുട്ടുന്ന പലരുമുണ്ട്. ശാരീരികമായ വേദനകളുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്. അങ്ങനെയുള്ള എല്ലാവരെയും നമുക്ക് ഓർത്ത് ഈ ഒരു നിമിഷം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ, ജോലിയിലായിരിക്കും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് അവർക്ക് അവരുടെ ജോലി കാര്യങ്ങളിലൊക്കെ കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലി ഇല്ലാത്തവരുണ്ട്, ജോലി മാറാൻ ശ്രമിക്കുന്നവരുണ്ട്, ജോലിയിടങ്ങളിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നവരുണ്ട്. അങ്ങനെ പലരുമുണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് അവർക്കൊക്കെ വിടുതൽ കൊടുക്കണമേ, അവരുടെ ആവശ്യങ്ങളൊക്കെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രായമായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാൻ, അങ്കിളുമാരെയും ആന്റിമാരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് അവർക്ക് വേണ്ട ബലവും കൃപയും ഈ നാളുകളിൽ നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുടുംബസ്ഥരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. കർത്താവ് അവർക്കൊക്കെ അനുഗ്രഹം നൽകണമേ, കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ വളരെ നാൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. അവർക്ക് ദൈവത്തിന്റെ സമയത്ത് തലമുറകളെ നൽകി കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഗർഭിണികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് നമ്മുടെ സഭയിൽ. അവരെ പ്രത്യേകം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ജീവയെയും പ്രിൻസയെയും പ്രത്യേകം ഓർക്കാം. കർത്താവ് ആരോഗ്യമുള്ള നല്ല കുഞ്ഞുങ്ങളെ നൽകണമേ, അവർക്ക് ആവശ്യമായ ദൈവകൃപ ഈ നാളുകളിലൊക്കെ പകരണമേ എന്ന് പ്രത്യേകമായി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. കൊച്ചു ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം നമുക്ക് ഓർക്കാം. +2 കഴിഞ്ഞ് പുതിയ കോഴ്സുകളിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് PG കോഴ്സുകളിൽ, ജോലിയിൽ അങ്ങനെ ആയിരിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്. അവരെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. കർത്താവ് അവർക്ക് ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, നല്ല ബുദ്ധിയും വിവേകവും കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവമുള്ള കുഞ്ഞുങ്ങളായി തീരുവാനും സഭയിലും സമൂഹത്തിലും നല്ല സാക്ഷ്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് തീരുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ. അവരുടെ ആവശ്യങ്ങളൊക്കെ കർത്താവ് കൂടെ ഇരിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഭാരതത്തിന്റെ പല നഗരങ്ങളിലും അതുപോലെ തന്നെ വിദേശങ്ങളിലുമൊക്കെ ജോലിയിലും അതുപോലെ തന്നെ പഠനത്തിലുമൊക്കെ ആയിരിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് വിദേശത്തേക്കൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർക്കാം. കർത്താവ് അവരുടെ യാത്രകളിൽ അവരുടെ ആവശ്യങ്ങളിലൊക്കെ കൂടെ ഇരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിവിധങ്ങളായിട്ടുള്ള സകല ആവശ്യങ്ങളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ശാന്തിയോടെ, സമാധാനത്തോടെ, അനുഗ്രഹത്തോടെ ഒക്കെ ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ അംഗങ്ങളൊക്കെ പലരും ഈ ദേശത്തിന്റെ ഈ പഠനത്തിന്റെ പലയിടങ്ങളിലായിട്ടൊക്കെ ദൂര സ്ഥലങ്ങളിലൊക്കെ ചിതറി പാർക്കുന്നവരാണ്. ദേവാലയത്തിൽ കടന്നു വരാനൊക്കെ വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണ്. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് അവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അവരെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ ഭാഗമാകാതെ നിൽക്കുന്ന പല കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. പല കാരണങ്ങളാൽ അവരെ നമുക്ക് ഓർക്കാം. ഒരു മടങ്ങി വരവ് നമുക്കൊക്കെ ആവശ്യമാണ്. നമ്മുടെയൊക്കെ ശുശ്രൂഷകളിൽ, നമ്മുടെയൊക്കെ മുൻപോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് നമ്മുടെയൊക്കെ കുറവുകളും ഒക്കെ ക്ഷമിച്ച് നമ്മുടെ കുറ്റങ്ങളൊക്കെ പൊറുത്ത് ഒരുമനപ്പെട്ട് നിരപ്പ് പ്രാപിച്ച്, എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് ഇരു ഭാഗങ്ങളെയും ഒന്നാക്കി തീർക്കാനാണ്. അതുകൊണ്ട് ഒരു നിരപ്പ് പ്രാപിച്ച് വിടേണ്ടതിനെയൊക്കെ വിട്ട്, പൊറുക്കേണ്ടതൊക്കെ പൊറുത്ത്, ക്ഷമിക്കേണ്ടതൊക്കെ ക്ഷമിച്ച് സന്തോഷത്തോടെ മുമ്പോട്ട് ജീവിപ്പാൻ ഒരു അനുരഞ്ജനത്തിന്റെ ആത്മാവ് നമ്മുടെ സഭയിൽ ഈ നാളുകളിലൊക്കെ പ്രവർത്തിപ്പാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ചർച്ച് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കൊയറിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കൊയറിന്റെ റിട്രീറ്റ് ഒക്കെ ഈ ആഴ്ച നടക്കുന്നുണ്ട്. അതൊക്കെ അനുഗ്രഹമാകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കും. പുതിയ ആളുകളൊക്കെ വ്യവസ്ഥകളൊന്നും കൂടാതെ ഈ ശുശ്രൂഷ ഏറ്റെടുത്ത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി പ്രതിഫലേച്ച കൂടാതെ ഒക്കെ നിർവഹിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സൺഡേ സ്കൂളിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വചനമൊക്കെ പഠിച്ച് കർത്താവിനെ അറിഞ്ഞ് നല്ല സാക്ഷികളായിട്ടൊക്കെ ജീവിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ യൂത്ത് ലീഗിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാം. അവര് ഓഗസ്റ്റ് മാസത്തിൽ 15-ാം തീയതി ഒരു റിട്രീറ്റിന് വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുന്നു. അതൊക്കെ അനുഗ്രഹമായിട്ട് തീരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സഭയോട് ചേർന്ന് വളരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിമൻസ് ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങളെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് അവരും ഈ ഒരു വർഷത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് ചെയ്യുവാൻ, എല്ലാം നന്നായി ചെയ്യുവാൻ അവരെ കർത്താവ് ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ചർച്ച കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ശുശ്രൂഷകൾക്കൊക്കെ നല്ല നേതൃത്വം കൊടുപ്പാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് നമ്മുടെ മിഷൻ ഫീൽഡുകളുടെ മിഷണറിമാരെ ഒക്കെ നമുക്ക് പ്രത്യേകം ഓർക്കാം. പ്രത്യേകിച്ച് ഒരുപാട് പ്രതികൂലങ്ങളുടെ ഒക്കെ മധ്യത്തിൽ ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ് അവര്. നമ്മളൊക്കെ വളരെ സേഫ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ
ഒരുപാട് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പരിമിതികളും ഒക്കെ അതിന്റെ ഒക്കെ മധ്യത്തിൽ അവര് ശുശ്രൂഷകൾ നിർവഹിക്കുന്നുണ്ട്. എല്ലാ മിഷൻ ഫീൽഡുകളെയും മിഷൻ പ്രവർത്തനങ്ങളെയും മിഷണറിമാരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷകൾ കർത്താവ് അനുഗ്രഹിക്കണം. അത് അനേകർക്ക് നന്മയായിരിക്കാൻ അന്ധകാരത്തിലിരിക്കുന്ന ജനം വെളിച്ചം കണ്ട് സത്യം മനസ്സിലാക്കി ദൈവത്തിന്റെ കൃപയിൽ ജീവിപ്പാൻ ഇടയാക്കണമെന്നും പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, രാഷ്ട്രത്തിന് വേണ്ടി, ഭരണത്തലവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, CSI സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ സഭ ആത്മീയമായിട്ട് ഉണർവുള്ള സഭയായിട്ട് മാറുവാനായിട്ട് പണത്തിന്റെ പിറകെ, പദവിക്ക് പിറകെ, അധികാരത്തിന് പിറകെ സഞ്ചരിക്കുന്നവരായി തീരാതെ കർത്താവിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന വിനയമുള്ള നല്ല ദാസർ ദൈവജനത്തിന്റെ ഇടമായി തീരേണ്ടതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മളെ അലട്ടുന്നതായിട്ടുള്ള വ്യക്തിപരമായ വിഷയങ്ങളുണ്ട്. അവയൊക്കെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മളെ ഭാരപ്പെടുന്ന, നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന, അത് നമ്മളെ കുറിച്ചുള്ള കാര്യമാകാം. ഒരുപക്ഷെ നമ്മളിലൊക്കെ ഒരുപാട് ക്യാരക്ടർ ട്രേറ്റ്സ് ഉണ്ട്, നമുക്ക് മാറ്റാൻ കഴിയാത്ത ഒരുപാട്. എന്നാൽ അത് മാറേണ്ടതായിട്ടുള്ള ഒരുപാട് സ്വഭാവങ്ങളുണ്ട്, പ്രത്യേകതകളുണ്ട്. ഒരുപക്ഷെ നമ്മളിൽ തന്നെ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പ്രത്യേകതകൾ കാണും. കർത്താവെ, അതിനെയൊക്കെ ഒന്ന് മാറ്റാനുള്ള കൃപ ഒന്ന് തരണം. ഒരു പുതിയ വഴിയിൽ സഞ്ചരിക്കാൻ, ഒരു പുതിയ മനുഷ്യരായി സഞ്ചരിക്കാൻ. നമ്മൾ കേട്ടതുപോലെ സക്കായി മരത്തിലേക്ക് കയറിയതുപോലെ അല്ലല്ലോ അവൻ മരം വിട്ടിറങ്ങുന്നതും പിന്നെ അവൻ തുടർന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് സക്കായി മാറിയതുപോലെ നല്ല മാറ്റമുള്ള മനുഷ്യരായിട്ട് കർത്താവെ തീരാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ വിടേണ്ടതിനെ പൂർണ്ണമായിട്ട് വിടാനായിട്ട്, കേൾക്കേണ്ടത് മാത്രം കേൾക്കാൻ, പറയേണ്ടത് മാത്രം പറയാൻ ഒക്കെയുള്ള വലിയ ഒരു കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരെ കുറിച്ച് നന്മ കാണുവാനും അനുഗ്രഹങ്ങൾ കാണുവാനും ഒക്കെ കർത്താവെ സഹായിക്കണമേ. കുറവുകളൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ട്, എന്നാൽ കുറവുകൾ ഉള്ളവർക്ക് തന്നെ ഒരുപാട് നന്മകളുമുണ്ട്. അതുകൊണ്ട് നന്മകൾക്ക് അപ്പുറമായി കുറവുകളെ ഒന്നും കാണാതെ, കുറവുകളെ ഒന്നും കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ മനുഷ്യരുടെ നന്മകളെ തിരിച്ചറിഞ്ഞ് ആ നന്മകളുടെ വെളിച്ചത്തിലൊക്കെ ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കണമെന്ന്. കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. കുടുംബ ജീവിതത്തിലൊക്കെ പ്രയാസപ്പെട്ട് സെപ്പറേറ്റഡ് ഒക്കെ ആയി ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കൊക്കെ കുടുംബങ്ങളൊക്കെ ആവശ്യമുണ്ട്, അവർക്കൊക്കെ ജീവിതത്തിൽ പങ്കാളികൾ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒറ്റയ്ക്ക് സഞ്ചരിക്കാനല്ലല്ലോ, ഒരുമിച്ച് സഞ്ചരിക്കാനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ പ്രത്യേകം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രയാസങ്ങളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കും, ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നതല്ല. അതുകൊണ്ട് അതിനെയൊക്കെ അതിജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള വ്യക്തിപരമായ പ്രയാസങ്ങൾ, രോഗത്തിന്റെ അവസ്ഥകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെയുള്ള നമ്മുടെ എല്ലാ വിഷയങ്ങളെയും ഒരു നിമിഷം നമുക്ക് മനഃപൂർവ്വമായിട്ട് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദൈവം തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങളെ അവൻ അറിയുന്ന ദൈവമാണ്. അത് ഒരുപക്ഷെ നമ്മളത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ അത് അറിയുന്ന ഒരു ദൈവസന്നിധിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ പകൽക്കാലം നമുക്ക് എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം. ഒരാൾ നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കുമ്പോൾ നമ്മളെല്ലാവരും വെറുതെ ഇരിക്കാതെ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ വിഷയങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ, അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത്. നമ്മളിൽ തന്നെ പ്രാർത്ഥിക്കണം. അതാണ് ദൈവം കേൾക്കുന്നത്. മറ്റുള്ളവരെ കേൾക്കുന്നതിനേക്കാൾ ഉപരി, മറ്റുള്ളവരെ കേൾപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി നമ്മളിൽ തന്നെ വാസ്തവത്തിൽ ആത്മഭാരത്തോടുകൂടെ നമ്മുടെ സങ്കടങ്ങളൊക്കെ നമ്മൾ ഇറക്കി വെക്കുമ്പോൾ, നമ്മുടെ മനസ്സിൽ ശാന്തമായതൊക്കെ ദൈവത്തോട് സന്നിധിയിൽ പകരുമ്പോൾ തീർച്ചയായിട്ടും അതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന. മറ്റുള്ളവർ നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കുമ്പോൾ ശാന്തമായിട്ട് ആ പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ, ആ സമയം ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥനയിൽ തുടരാൻ ദൈവം നമ്മളെ സഹായിക്കണം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഈ സമയത്ത് മിസ്സസ് ജെസ്സി ജോസഫ് ആൻഡ് ഈ സമയത്ത് നമ്മുടെ പ്രാർത്ഥനയിലും മധ്യസ്ഥ പ്രാർത്ഥനയിൽ നയിക്കുന്നതാണ്. കേൾക്കാം അച്ഛാ? കേൾക്കാം ആൻറ്റി. യെസ്, നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻഗിരിയിൽ, എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവയൻ പാലകൻ താൻ
ഇല്ലെനിക്കു ഖേദമൊട്ടും. യഹോവയൻ പാലകൻ താൻ, ഇല്ലെനിക്കു ഖേദമൊട്ടും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഇന്ന് പല ഭവനങ്ങളിലായിരുന്നു ഞങ്ങൾക്ക് ഒന്നിച്ച കർത്താവേ, ഈ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവേ, ഉപവാസത്തോടുകൂടി നാഥ നിന്നെ ഒരു മനസ്സോടെ നിന്നെ പ്രാർത്ഥിക്കുവാനും പാടി സ്തുതിക്കുവാനും ഒക്കെ തന്ന ഈ നല്ല അവസരത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞങ്ങളുടെ ഓരോ ദിനവും നീ തരുന്ന ദാനമാണ് കർത്താവേ. ഞങ്ങളത് അറിഞ്ഞ് കർത്താവേ, നിനക്കെപ്പോഴും നന്ദിയുള്ളവരായി ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുറ്റങ്ങൾ കുറവുകൾ നാഥ നീ അവിടുന്ന് ഒന്നും ഞങ്ങളോട് കണക്കിടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പാപികളും ദോഷികളുമാകുന്ന ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, അപ്പച്ചാ, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനിരുപ്പാനും എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടിരിപ്പാനും അല്ലാതെ കർത്താവേ നീ അവിടെ ഞങ്ങളോടൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, അപ്പോൾ ഞങ്ങളെപ്പോഴും താഴ്മയുള്ളവരായി വിനയമുള്ളവരായി നിന്റെ സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ, നീ ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കുന്ന ദൈവമാണ് കർത്താവേ. അപ്പച്ചാ, ഞങ്ങൾ ഇവിടെ നിന്ന് കർത്താവേ ഉച്ചത്തിൽ നിന്നോട് യാചിക്കുന്ന കർത്താവേ. അപ്പാ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭാരങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ എല്ലാം അപ്പാ നീ അവിടുന്ന് അറിയുന്ന ദൈവമാണല്ലോ കർത്താവേ. നിന്റെ മക്കൾക്ക് ഓരോരുത്തർക്കും കർത്താവേ നീ അവിടുന്ന് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോരുത്തരുടെയും പ്രാർത്ഥനയെ നീ അവിടുന്ന് ശ്രദ്ധ വെച്ച് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പാ, ഞങ്ങളുടെ ഭവനം നീ പാർക്കുന്ന ഭവനമാക്കി തീർക്കണമേ. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് വിളിച്ചു പറയുന്ന ഭവനമാക്കി തീർക്കണമേ കർത്താവേ. അപ്പച്ചാ, ഞങ്ങൾ ഏത് കാര്യത്തിൽ ഇടപെട്ടാലും നാഥ നിന്നെ മുൻനിർത്തിക്കൊണ്ട് കർത്താവേ, എൻ്റെ അപ്പച്ചൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ടെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ദിനംതോറും ജീവിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ ഭവനം മറ്റുള്ളവർക്ക് നല്ല മാതൃകയുള്ള ഭവനമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കരങ്ങളിൽ സമർപ്പിക്കുന്ന നാഥ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നീ തന്ന ദാനമാണ് കർത്താവേ. അവരാരും തന്നെ നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ടു പോകുവാൻ നാഥ നീ അവിടുന്ന് ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ അറിഞ്ഞ് നിന്നിൽ ആശ്രയിച്ച് നിന്നിൽ ഉറച്ച് ജീവിക്കുന്ന മക്കളായി ദിനംതോറും ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നാഥ ഞങ്ങളുടെ കുടുംബത്തിന്, സഭയ്ക്ക്, സമൂഹത്തിന് എല്ലാം മാത്രമുള്ള മക്കളായി ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ നാഥ. കുറ്റങ്ങൾ കുറവുകളൊന്നും നാഥ നീ ഞങ്ങളോട് കണക്കിടരുതേ നാഥ. ഞങ്ങളെപ്പോഴും നിനക്കുള്ളവരായി കർത്താവേ നിന്റെ നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ കർത്താവേ. പ്രാർത്ഥനയുടെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുവേ, ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയും നീ അവിടുന്ന് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമാകിയ സ്തോത്രം, സ്തോത്രം കർത്താവേ. നിന്റെ സകല ഭാരവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താവുന്ന അരുളി ചെയ്തവനായ നാഥ. ഞങ്ങളുടെ ഭാരങ്ങളിൽ, പ്രയാസങ്ങളിൽ, രോഗങ്ങളിൽ കർത്താവേ ഞങ്ങൾ അബ്ബാ പിതാവേ എന്ന് വിളിച്ച് നിങ്ങളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ നീ അവിടുന്ന് ഞങ്ങൾക്ക് വിടുതൽ തരുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പച്ചാ, അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവേ, ഞങ്ങൾ പാർക്കുന്ന ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. സന്തോഷം, സമാധാനം നീ അവിടുന്ന് ദാനമായി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ ഭരണകർത്താക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. നീതിയും ന്യായവും നാഥ നീ അവിടുന്ന് നടത്തി തരണമേ കർത്താവേ. ഞങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നല്ലതും പൂർണ്ണവുമായ ദൈവഹിതം ഇന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പച്ചാ, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള ഓരോ കുടുംബത്തെയും പേരുപേരായി കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. പലരും പലവിധ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. മറ്റുള്ളവരോട് പറയാൻ വയ്യാത്ത വേദനയുമായി കഴിയുന്ന അനേകരുണ്ട് കർത്താവേ.
ഓരോരുത്തരുടെയും ഹൃദയങ്ങളുടെ അന്തരംഗങ്ങളെ അറിയുന്നവനായ കർത്താവ് നീ മാത്രമാണല്ലോ അപ്പ. നിന്റെ മക്കളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ മക്കളോട് മനസ്സലിയണമേ കർത്താവേ. അവരുടെ ഓരോ ഭവനത്തിന്റെ ആവശ്യങ്ങൾ കർത്താവേ നീ അവിടുന്ന് അറിഞ്ഞ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ രോഗികളെയും പേരുപേരായി കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ. പലരും ഞങ്ങളോട് പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുണ്ട് കർത്താവേ. അപ്പോഴാ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ ആണിപ്പഴുതുള്ള കൈനീട്ടി നിന്റെ മക്കളെ തൊട്ട് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പാ, ഞങ്ങൾക്ക് നിന്നോട് യാചിപ്പാൻ മാത്രമേ അർഹതയുള്ളൂ നാഥ. ഞങ്ങളുടെ യാചനകളുടെ ശബ്ദം കേൾക്കുന്നവനായ കർത്താവ് നീ മാത്രമാണല്ലോ അപ്പാ. നിന്റെ മക്കളെ അവിടുന്ന് തൊട്ട് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പച്ചാ, അനുഗ്രഹിക്കണമേ കർത്താവേ. അപ്പച്ചാ, ഞങ്ങളുടെ സഭ കർത്താവെ മറ്റുള്ളവർക്ക് നല്ല മാതൃകയുള്ള സഭയായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. ബാലാരിഷ്ടതയിൽ നിന്നെല്ലാം കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക ജ്ഞാനത്തിലും ദൈവിക ബോധത്തിലും വളർന്നു വരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ യൂത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, പലരും ജോലിയില്ലാത്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. നാഥ, ഓരോ ഭവനത്തിന്റെ ആവശ്യങ്ങൾ നീ അറിയുന്നുവല്ലോ കർത്താവെ. കർത്താവെ, നിന്റെ മക്കൾക്ക് ഉപജീവന മാർഗത്തിനെ നീ അവിടുന്ന് കൊടുക്കണമേ കർത്താവെ. അവർ മുഖാന്തര ഭവനം അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അപ്പാ, നിന്റെ കുഞ്ഞുങ്ങൾക്കും കർത്താവെ തക്കതായ തുണയെ നീ അവിടുന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴിയും വാതിലും നാഥ നീ അവിടുന്ന് തുറന്നു കൊടുക്കണമേ കർത്താവെ. ഞങ്ങളുടെ അടുത്തും അകലെയായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ കൃപ, നിന്റെ സാന്നിധ്യം കൊണ്ട് നിന്റെ മക്കളെ നിറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും തന്നെ നാഥ വഴിതെറ്റി പോവാൻ നീ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും കർത്താവെ നിന്നെ കൂടുതൽ അറിഞ്ഞ് ജീവിക്കുന്ന മക്കളായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥിക്കത്തിലായിരിക്കും ഞങ്ങളുടെ എല്ലാ മക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. കർത്താവെ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മക്കളോട് നീ മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പച്ചാ, പലരും ആലയത്തിൽ വരുവാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ പോകുന്ന അനേകരുണ്ട് കർത്താവെ. ഞങ്ങൾ അവർക്ക് വേണ്ടിയെല്ലാം നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ കൃപ, നിന്റെ സമാധാനം നിന്റെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയുടെ എല്ലാ ആക്ടിവിറ്റീസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സൺഡേ സ്കൂൾ, യൂത്ത്, വിമൻസ് ഫെലോഷിപ്പ്, കൊയർ, ഞങ്ങളുടെ കമ്മിറ്റി മെമ്പർ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മക്കളുടെ ഒക്കെ ഓരോ സേവനവും കർത്താവെ നിന്റെ നാമമഹത്വത്തിനായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ കുടുംബമായി കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. നിന്റെ മക്കളിൽ കൂടെ കേൾക്കുന്ന വചനങ്ങൾ കർത്താവെ ഞങ്ങൾ കേട്ട് അതിൻ പ്രകാരം ജീവിക്കുന്ന മക്കളായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ നാഥ. ഓരോ ദിവസത്തെയും വചനം കർത്താവെ ഞങ്ങളോട് സംസാരിക്കുന്നതായി കേട്ട കർത്താവെ, ഞങ്ങളത് ഞങ്ങളോട് സംസാരിച്ച് കർത്താവെ ഞങ്ങളത് കേട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത് പതിക്കുവാൻ നീയോട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഭോപ്പാൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബത്തെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. അവരുമായിരിക്കുന്നിടത്ത് നിന്റെ കൃപയിൽ പൊതിഞ്ഞുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങൾ പലപ്പോഴും കർത്താവെ മറ്റുള്ളവരുടെ വേദനകൾ കാണാതെ ഞങ്ങൾ പോകുന്നു കർത്താവെ. അപ്പാ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി കരുതുവാനും ഒക്കെ ഞങ്ങൾക്ക് നല്ല മനസ്സിനെ നീ അവിടുന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പച്ചാ, ഇന്ന് നീ ഞങ്ങൾക്ക് തന്ന എല്ലാ ദാനങ്ങൾക്കുമായി സ്തോത്രം സ്തോത്രം കർത്താവെ. എത്ര ആളുകൾ കർത്താവെ ഭവനമില്ലാതെ വസ്ത്രമില്ലാതെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ അലയുമ്പോൾ കർത്താവെ, ഏഴകളും പാപികളുമാകുന്ന ഞങ്ങളെ നീ ഇത്രത്തോളം കാത്തു പരിപാലിച്ചു കർത്താവെ. ഒന്നിനും ഞങ്ങൾക്ക് ഒരു കുറവ് തന്നിട്ടില്ല കർത്താവെ. നിന്റെ കൃപ എത്ര വലിയതെന്ന് രുചിച്ചറിയാൻ
അറിയുവാൻ നീ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം സ്തോത്രം കർത്താവേ. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ കർത്താവേ. നിന്റെ കൃപയാൽ നിറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഞങ്ങൾ അല്പസമയം നിന്റെ വചനം കേൾക്കുവാനായിട്ടിരിക്കുന്നു കർത്താവേ. നിന്റെ വചനം കർത്താവേ ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാവുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുന്നുള്ള ആ വലിയ പ്രത്യാശയിൽ ഓരോ ദിവസവും ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. നാഥാ, കുറ്റങ്ങൾ കുറവുകൾ ഒന്നും ഞങ്ങളോട് കണക്കിടരുതേ നാഥാ. ഞങ്ങളെപ്പോഴും നിനക്കുള്ളവരായി നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന മക്കളായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, മാനവും മഹത്വത്തോടെ നിർത്താട്ടെ. എല്ലാം യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ. ആമേൻ. Great is thy faithfulness, O God my Father. There is no shadow of turning with thee. Thou changes not, thy compassions they fail not. As thou hast been, thou forever will be. Great is thy faithfulness, great is thy faithfulness. Morning by morning, new mercies I see. All I have needed, thy hand hath provided. Great is thy faithfulness, Lord, unto me. Summer and winter and springtime and harvest, sun, moon and stars in their courses above, join with all nature in manifold witness to thy great faithfulness, mercy and love. Great is thy faithfulness, great is thy faithfulness. Morning by morning, new mercies I see. All I have needed, thy hand hath provided. Great is thy faithfulness, Lord, unto me. Pardon for sin and a peace that endureth, thy honor presence to cheer and to guide, strength for today and bright hope for tomorrow. Blessings all mine with 1,000 beside. Great is thy faithfulness, great is thy faithfulness. Morning by morning, new mercies I see. All I have needed, thy hand hath provided. Great is thy faithfulness, Lord, unto me. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ പകൽക്കാലം നിങ്ങളെ എല്ലാവരെയും വളരെ ഹാർദമായ ഒരിക്കൽ കൂടെ ഈ പ്രാർത്ഥനയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രാർത്ഥനയില് വളരെ കോൺസ്റ്റന്റ് ആയിട്ട് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ആരും ഇങ്ങനെ പങ്കെടുത്ത് ഇറങ്ങിപ്പോകുന്നില്ല. ഇന്ന് ഒന്ന് കുറച്ച് 1-2 പേര് കൂടുതലും പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് പുതുതായിട്ട് പങ്കെടുക്കുന്നവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ ഒരു പ്രാധാന്യവും കൂട്ടായ്മയുടെ ഒരു മൂല്യവും ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഈ ആഴ്ചകളിലൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നത് വിശ്വാസത്തെ കുറിച്ചും അതിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചുമാണ്. ഹൗ
do we redeem our faith? Or how do we together reclaim our faith? ഈ നാളുകളിൽ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ വീണ്ടെടുക്കേണ്ടതും അതിനെ നമ്മൾ പുനർജീവിക്കേണ്ടതും വളരെ ആവശ്യമാണ്. കാരണം നമ്മുടെ വിശ്വാസം ആവിഷ്കരിക്കപ്പെടുന്നത്, our faith is expressed in our contexts. നമ്മൾ നേരിടുന്ന, നമ്മളായിരിക്കുന്ന വ്യത്യസ്തമായ സാഹചര്യങ്ങൾക്കും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കും അനുസരിച്ചാണ് നമ്മുടെ വിശ്വാസം ദൃശ്യമാകേണ്ടത്, വ്യക്തമാകേണ്ടത്, നമ്മളുടെ ജീവിതങ്ങളിൽ അത് പ്രാവർത്തികമായി തീരേണ്ടത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞത് നമ്മളുടെ വിശ്വാസത്തിന്റെ, നമ്മളുടെ ഫെയ്ത്തിന്റെ ഒരു എസെൻഷ്യൽ, ഒരു ഇനീഷ്യൽ, ഒരു പ്രൈമറി പ്ലേസ് ഓഫ് എക്സ്പ്രഷൻ ആണ് നമ്മുടെ ആരാധന ഇടങ്ങൾ. The place where we worship, the place where we gather together for common and public worship. നമ്മൾ ഒത്തൊരുമിച്ച് കൂടി നമ്മുടെ പൊതുവായ ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ ഒത്തുകൂടുന്ന ഇടം ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പൊതു ആവിഷ്കരണ ഇടം എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ നമ്മുടെ വിശ്വാസം ആദ്യമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളതല്ല. പക്ഷേ നമ്മുടെ വിശ്വാസത്തിന്റെ, നമ്മുടെ വേദപുസ്തകത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അങ്ങനെയാണ്. They wanted to accumulate, they wanted to concentrate their attitude of faith around the altar. ഈ അൾത്താരയുടെ, യാഗപീഠത്തിന്റെ പരിസരങ്ങളില്, അതിന്റെ ചുറ്റുപാടുകളിലാണ് നമ്മുടെ പൂർവികർ, പ്രത്യേകിച്ച് പഴയ നിയമമൊക്കെ വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ചെയ്തത് അത് തന്നെയാണ്. നമ്മൾ ഇസഹാക്കിനെ കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യമാണ് നമ്മളുടെ ഒരു കീ വേഴ്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അതില് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു തുടങ്ങിയത് യാഗപീഠത്തിന്റെ വിശ്വാസ പാഠങ്ങളെ കുറിച്ചാണ്. വാട്ട് ആർ ദ ഫെയ്ത്ത് ലെസൺസ് ഓഫ് ആൻ ഓൾട്ടർ? എന്താണ് യാഗപീഠം? നമ്മുടെ പൂർവികർ അബ്രഹാമും ഇസഹാക്കും യാക്കോബും നോഹയും അതുപോലെയുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ പൂർവികർ ദൈവത്തോടുള്ള അവരുടെ പ്രതികരണമായി, അവരുടെ വിശ്വാസത്തിന്റെ അവതരണമായി, ആവിഷ്കരണമായി അവർ നിർമ്മിച്ച യാഗപീഠത്തിലൂടെ അവർ ലോകത്തോടായും ഒപ്പം ദൈവത്തോടായും നമ്മളോടൊക്കെയായും പറയാൻ ശ്രമിച്ചത്, നമ്മളെയൊക്കെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് എന്താണ്? നമുക്കറിയാം എങ്ങനെയാണ് ഒരു യാഗപീഠം പണിതത്. നമ്മളവിടെ പറയുന്നത് അവിടെ ഇസഹാക്ക് അവിടെ യാഗപീഠം പണിതു എന്ന. യാഗപീഠം പണിയുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് പള്ളി പണിയുന്നത് പോലെ വലിയ ഒരു ചെലവേറിയ ഒരു കാര്യമൊന്നുമല്ല. അവർ they take resources from the nature. They don't create anything artificially. കൃത്രിമമായിട്ട് അവരൊന്നും ഉണ്ടാക്കുന്നില്ല. അവര് പ്രകൃതിയിൽ നിന്നുള്ള കല്ലുകളൊക്കെ എടുത്ത് കൂട്ടിവെച്ച് അല്പം ഉയർന്ന ഒരിടം ഉണ്ടാക്കി. അവർക്ക് ദൈവത്തിന് നൽകാനായിട്ടുള്ളത്, അവർക്ക് ദൈവത്തിന് സമർപ്പിക്കാനായിട്ടുള്ളത്, ദൈവത്തിന്റെ ശ്രദ്ധയ്ക്ക്, ലോകത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കത്തക്ക വിധത്തിൽ ഒരു പൊതു ഇടത്തിൽ നിന്ന് അല്പം ഉയർന്ന ഒരിടത്ത് അവർ സമർപ്പിക്കുന്നത്. സോ സിമ്പിൾ. ഓൾട്ടർ ഈസ് നോട്ട് അബൌട്ട് ആൻ ആർക്കിടെക്ചറൽ എഫിഷ്യൻസി ഓർ നമ്മുടെ അതിന്റെ ഒരു എന്താ പറയുന്നത്, നമ്മൾ ഇന്നിപ്പം ഒരു പള്ളി പണിയണമെങ്കിൽ നമുക്ക് ആർക്കിടെക്ചേഴ്സിന് വേണം, പ്ലാനിങ് വേണം, അങ്ങനെ വേണം. we need different consultants, we need different talents. If അവരുടെ എക്സ്പെർട്ടൈസ് വേണം ഒരു പള്ളി ഉണ്ടാക്കാനും അതിനെ തുടർന്ന് കൊണ്ടുപോകാനും. പക്ഷേ ആദിമ ആളുകൾക്ക് അതിന്റെ ഒരു ആവശ്യമില്ല. അവർ 2-3 കല്ലുകളൊക്കെ എടുത്തു വെച്ച് അവര് തന്നെ അത് എടുത്തു വെച്ച് ഒരു സ്ഥലം ഉണ്ടാക്കി അവരുടെ യാഗം അർപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ആരാധനാലയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരാധനാ ഇടം എന്ന് പറയുന്നത്, അൾത്താര എന്ന് പറയുന്നത്, യാഗപീഠം എന്ന് പറയുന്നത് ഈ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ചില സൗകര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി, അതിന്റെ ആർക്കിടെക്ചറോ അതിന്റെ സൗകര്യമോ അതിന്റെ സാധ്യതകളോ അനുകൂലതകളോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ആരാധനയെ പ്രസക്തമാകുന്നത്. അതുകൊണ്ടൊരു ചിന്തകൻ പറയുന്നത് ഓൾട്ടർ ഈസ് ആൻ ആറ്റിറ്റ്യൂഡ് എന്ന്. അതായത് ഈ ആരാധന അല്ലെങ്കിൽ യാഗപീഠം എന്ന് പറയുന്നത് ഒരു മനോഭാവമാണ്. അത് ദൈവ സൃഷ്ടിയല്ല, മനുഷ്യ സൃഷ്ടിയാണ്. മനുഷ്യരാണ് യാഗപീഠം സൃഷ്ടിച്ചത്, അല്ലെ? ഇവിടെ ഇസഹാക്കാണ് യാഗപീഠം സൃഷ്ടിക്കുന്നത്. ദൈവം ആവശ്യപ്പെട്ടിട്ടും സൃഷ്ടിക്കുന്നതല്ല,
ദൈവത്തിന്റെ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ, നന്മയുണ്ടായപ്പോൾ, അനുഗ്രഹം ഉണ്ടായപ്പോൾ, ഉയർച്ച ഉണ്ടായപ്പോൾ, സമാധാനം ഉണ്ടായപ്പോൾ, സന്തോഷമുണ്ടായപ്പോൾ, ദൈവം അവർക്ക് ചില അനുഗ്രഹങ്ങളൊക്കെ നൽകി എന്ന് അവർ സ്വയം തിരിച്ചറിഞ്ഞപ്പോൾ, ആ ദൈവത്തിന്റെ നടത്തിപ്പുകളെ കുറിച്ച് അവർ ഓർത്തപ്പോൾ, അവരുടെ ബുദ്ധിയിൽ നിന്ന്, അവരുടെ വിവേകത്തിൽ നിന്ന്, അവരുടെ അറിവിൽ നിന്ന് അവരുണ്ടാക്കിയ ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അറിവിൽ നിന്ന്, ബുദ്ധിയിൽ നിന്ന് ഉണ്ടാക്കുന്നതൊന്നും വിഗ്രഹമാകാൻ പാടില്ല. അത് വേണേ പൊളിച്ചു കളയാൻ വേണ്ടി വന്ന, പൊളിച്ചു കളയണം എന്ന് പറഞ്ഞാൽ പൊളിച്ചു കളയണം. കർത്താവായ യേശുക്രിസ്തു അതുകൊണ്ടാണ് തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിങ്കിൽ യെരുശലേമിലേക്ക്, ദേവാലയത്തിലേക്ക് പോയ സമയത്ത് ഈ ശിഷ്യന്മാരും കൂടെ ഉള്ളവരും ഒക്കെ യെരുശലേം ദേവാലയം ഹെരോദാവ് ഉണ്ടാക്കിയ ആൾക്കാരുടെ കൈകളിൽ നിന്നും കുത്തിപ്പിഴിഞ്ഞും ടാക്സ് വാങ്ങിച്ചും നികുതി പണം പിടിച്ചു പറിച്ചും ഒക്കെ കുറച്ച് പുള്ളി കൊണ്ടുപോയി, പുള്ളിക്ക് കൊട്ടാരം പണിഞ്ഞു, പുള്ളി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു, പുള്ളിക്ക് വിശ്രമ മന്ദിരങ്ങൾ ഉണ്ടാക്കി, അതോടൊപ്പം തന്നെ ശലോമോൻ ഉണ്ടാക്കി പൊളിഞ്ഞു പോയ ദേവാലയം ഒക്കെ പണിഞ്ഞ് മനോഹരമാക്കി തീർത്തു. ഇതെല്ലാം കണ്ട ശിഷ്യന്മാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, എന്ത് മനോഹരമാണ് അതിന്റെ ടെക്നിക്ക്, എന്ത് മനോഹരമാണ് അതിന്റെ ചിത്രപ്പണികൾ, എന്ത് മനോഹരമാണ് ഈ ദേവാലയം. ഒരുപക്ഷെ യെരുശലേം ദേവാലയം ലോകത്തിലെ ഏറ്റവും വലിയ പ്രൗഢിയുള്ള ദേവാലയമാണ്. യേശു കർത്താവ് എന്താ പറഞ്ഞു? നിങ്ങൾ അതിനെ പൊളിക്കുക, യു ബ്രിങ് ഇറ്റ് ഡൗൺ, യു ഡിമോളിഷ് ഇറ്റ്, നിങ്ങളിത് പൊളിക്കുക. എന്തൊരു പ്രതികരണമാണ് നോക്കണം. ഇതെല്ലാം വളരെ നല്ലതാണെന്ന് പറയാണ്. അപ്പൊ ഒരാളിങ്ങനെ വന്ന് പറയാണ്, അല്ലെ, നിങ്ങളെല്ലാവരുടെ വന്ന് അച്ഛാ ഞങ്ങൾ അങ്ങനെ പള്ളി പണിഞ്ഞു, ഞങ്ങൾ അങ്ങനെ ചെയ്തു, എത്ര മനോഹരമാണ് ഞങ്ങൾ, അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം പള്ളി അങ്ങ് പൊളിക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ പൊളിക്കരുത്, ഇല്ലേ? നിങ്ങൾ എന്നെ ഓടിച്ചിട്ടടിക്കത്തില്ലേ? യേശു പറയാണ് നിങ്ങൾ പള്ളി പൊളിക്കാൻ. കാരണം എന്താണെന്നറിയോ, കർത്താവ് പറയാൻ ശ്രമിച്ച കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഈ ആരാധന എന്ന ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഇടം, ഈ പറഞ്ഞു അതിന്റെ ബാഹ്യ സൗന്ദര്യങ്ങളിൽ ജനങ്ങള് അഭിമാനിക്കാൻ തുടങ്ങി. അവർ they took pride in the Jerusalem temple. ഈ അൾത്താരകൾ, യാഗപീഠങ്ങൾ നമുക്ക് വലിയ മഹത്വം എടുക്കാനുള്ളതൊന്നും അല്ല. നമ്മൾ അതാണ് പറഞ്ഞത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് യാഗപീഠം, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചിട്ട് യാഗപീഠം എന്താണ് പറഞ്ഞത്? ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ മനസ്സ് ദൈവം നമുക്ക് നൽകിയ നന്മകളെ കുറിച്ച് ഓർത്ത് ആർദ്രതയുള്ളവരാകുമ്പോൾ, അതിനെക്കുറിച്ച് ഓർമ്മയുള്ളവരായി ദൈവത്തിന് സ്തോത്രം നമ്മൾ ഓർക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ നമുക്ക് നന്മകളൊന്നും മീഡിയേറ്റേഴ്സ് ഇല്ലാതെ വരത്തില്ല കേട്ടോ. ഒരു നന്മയും മീഡിയേറ്റേഴ്സ് ഇല്ലാതെ വരിക്കില്ല. യേശു കർത്താവ് ഈ ബാലകന്റെ കയ്യിലിരുന്ന് അപ്പവും മീനും വാങ്ങിച്ച് വാഴ്ത്തി നുറുക്കി, എന്നിട്ട് യേശു കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? നിങ്ങൾ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇത് വീതിച്ചു കൊടുപ്പി. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും ഒക്കെ നമ്മളിലേക്ക് വരുന്ന ചില മാനുഷികമായ കരങ്ങളും ഒന്നും അമാനുഷികമായിട്ട് വരത്തില്ല. മറന്നു പോകരുത് മനുഷ്യർ കേട്ടോ. നമ്മുടെയൊക്കെ ഒരു വലിയ പ്രശ്നം അതാ. നമ്മളുടെയൊക്കെ ഒരു ചിന്ത, ഇപ്പൊ നമ്മളൊക്കെ ദൈവം തന്നു എന്ന് പറയും, പക്ഷെ ദൈവത്തിനും എനിക്കും ഇടയ്ക്ക് കുറെ മനുഷ്യരും ഒരുപാട് പേരുണ്ട്. അവരെ ഒന്നും മറക്കരുത്. ദൈവത്തിന്റെ ഉപകാരങ്ങൾ മറക്കരുതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ദൈവം നമ്മൾക്ക് ഏതെല്ലാം മാധ്യമങ്ങൾ, ആരിലെല്ലാം കൂടെയാണോ നമുക്ക് ദൈവം അനുഗ്രഹങ്ങൾ നൽകിയത് എന്ന് നിങ്ങൾക്ക് ബോധമുണ്ടെന്ന്, അത് കണ്ണു തുറന്ന് അത് വിവേകം വേണം. ഇതല്ല നമ്മൾ നേടിയതാണെന്ന് പറയുന്ന മനുഷ്യന്മാരുടെ കാലത്ത് എന്റെ പ്രാർത്ഥന കൊണ്ട്, എന്റെ കഴിവ് കൊണ്ട്, എന്റെ യോഗ്യത കൊണ്ട്, ഞാൻ ആരാധിച്ചത് കൊണ്ട് കിട്ടി എന്ന് പറയുന്ന വെറും വ്യർത്ഥ മൂഢ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. അതൊന്നുമല്ല. ഒന്നും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഒന്നും ഇങ്ങനെ നേരിട്ട് കമ്പിയില്ല കമ്പി വഴി നേരിട്ട് കെട്ടിയിറക്കി തന്നതല്ല. അതിനെല്ലാം ഓരോരോ മുഖാന്തരങ്ങൾ, ഓരോരോ ചാലകങ്ങളുണ്ട്. there are always bridges, പാലങ്ങളുണ്ട് ദൈവം നമ്മുടെ ജീവിതം. അതുകൊണ്ട് അവരെ കൂട്ടം മറക്കരുത്. അത് ഓർക്കണം. അതിനെ ഓർക്കൽ, ആ ദൈവത്തെ ഓർക്കൽ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ അതിനെ മാത്രം ഓർക്കുന്ന ചില മനുഷ്യരുണ്ട്, അതും അപകടമാണ് അല്ലേ. അതിനെ മാത്രം ഓർക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. ചില ഗോഡ് ഫാദർമാരെ, നമ്മളെ ഉയർത്തുന്നവരെയും നമ്മളെ പൊക്കി വിടുന്നവരെ ഇങ്ങനെ പൊക്കുന്ന ഒരു ലോകമാണ് അല്ലെ. പ്രൈസ്, വെറുതെ സ്തുതിപാഠകന്മാരുടെ ഒരു സംസ്കാരമുണ്ട്. അതും അപകടകരമാണ്. അതിന്റെ അർത്ഥം ഈ ബ്രിഡ്ജസിനെ തന്നവരെ മാത്രം പുകഴ്ത്തുന്നതിനെ കുറിച്ചും അപകടകരമായ കാര്യമാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയ നന്മകൾക്ക്, സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സേസ് ഓൾട്ടർ ഈസ് ആൻ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ആരാധനയുടെ ആദ്യ ഭാഗം അതാണല്ലോ, പ്രൈസ് ആൻഡ് വർഷിപ്പ് ആണ് അല്ലെ. ദൈവത്തിന്
സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുക. നമ്മൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്നൊക്കെ പറഞ്ഞ് ദൈവമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? നമ്മൾ തൃത്വത്തിന് സ്തുതിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈന്യങ്ങൾ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അത് മനുഷ്യന്റെ ഒരു പ്രതി ദൈവം ആവശ്യപ്പെട്ടിട്ടാണോ അല്ലയോ, അത് രണ്ടാമത്തെ വിഷയം. വെദർ ഗോഡ് റിയലി എൻജോയ്സ് someone praises him, അതൊരു വിഷയമല്ല. ഇത് ഞാൻ ചെയ്യുന്നതാ. അതല്ലാതെ ഞാൻ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? ഈ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ ദൈവം എനിക്ക് തരുമ്പോ എനിക്ക് ആദ്യം ചെയ്യാൻ കഴിയുന്നത് ആ ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് നമ്മുടെ ഈ സ്തുതിസ്തോത്രാർപ്പണത്തിലാണ് നമ്മുടെ ഹൃദയം വേണ്ടത്. നമ്മുടെ പല പള്ളിയിലുള്ള പലരും ഈ പറഞ്ഞ പോലെ സ്തുതിസ്തോത്രവും കഴിഞ്ഞ് വേദഭാഗം വായനയും കഴിഞ്ഞ് കൺഫെഷനും കഴിഞ്ഞ് അച്ഛൻ പ്രസംഗിക്കാൻ കയറുമ്പോഴാണ് പലരും ദൂരെ ഒരു പ്രശ്നമാണ്. ഇനി ഞാൻ നിങ്ങളിത് റെക്കോർഡ് ചെയ്താലൊക്കെ പറയാം, ശരിയാ, അപ്പോഴെങ്കിലും വരുന്നല്ലോ. ദൂരമൊക്കെ അതിജീവിച്ച് മണിക്കൂറുകളോളം കാറിലിരുന്ന്, പള്ളിയിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം കാറിലിരുന്ന് റോഡിൽ കിടന്ന് നമ്മുടെ പള്ളിയിൽ ആരാധനയ്ക്ക് വരുന്ന മനുഷ്യരെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അവരെ കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം. അവരുടെയൊക്കെ ഫെയ്ത്ത് എക്സ്പ്രസ് ചെയ്യുന്നത് അതിലാ. അതൊരു വലിയ കമ്മിറ്റ്മെന്റാ. ഈ പറഞ്ഞ പോലെ പൈസയും ചെലവാക്കി പെട്രോളും അടിച്ച് ഉച്ചയ്ക്ക് ചിലപ്പോൾ തിരിച്ചു പോകുന്ന വഴി പുറത്തുനിന്ന് എത്ര പൈസ നമ്മൾ ആരെല്ലാം അടുത്തുനിന്ന് വരുന്നവരുടെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ ആരാധനയുടെ സ്തുതിസ്തോത്രം എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് വേർ വി എക്സ്പ്രസ് അവർ ഹാർട്ട്സ്, അല്ലെ? നമ്മുടെ മനസ്സ് പകരുന്ന ഇടമാ, നമ്മുടെ ഹൃദയങ്ങളെ പകരുന്ന സമയമാ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന ഇടം. അതുകൊണ്ടാണ് പറ്റുമെങ്കിൽ നിങ്ങൾ ആരാധനയ്ക്ക് നേരത്തെ തന്നെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വരണം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. വി ഹാവ് ടു പ്രൈസ് ഗോഡ് ഫോർ വാട്ട് ഗോഡ് ഈസ്, അല്ലെ? അതുകൊണ്ട് അതാണ് ദൈവമേ നീ വിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, നീ വീണ്ടെടുപ്പുകാരനാകുന്നു, നീ രക്ഷകനാകുന്നു, നീ നമ്മുടെ തൃത്വത്തിന് സ്തുതി പറയുമ്പോൾ നിങ്ങൾ ദൈവത്തെ, നമുക്കറിയാവുന്ന ദൈവത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട് അവിടെ. നീ പരിശുദ്ധനാണ്, നീ സർവശക്തനാണ്, നീ മരണമില്ലാത്തവനാണ്, നീ ക്രൂശിക്കപ്പെട്ട് ഞങ്ങളെ വീണ്ടെടുത്തവനാണ്, എല്ലാം നമുക്കറിയാവുന്നതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ദൈവമേ ഇതെല്ലാമാണ് നീ ഞങ്ങൾക്ക് എന്ന് ഇതൊക്കെ ദൈവം അതിനേക്കാളൊക്കെ ഉപരിയാണ്. സോ എന്തിനാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്? വി ഹാവ് ടു പ്രൈസ് ഗോഡ് ഫോർ വാട്ട് ഗോഡ് ഈസ്. ദൈവം ആരാണ്? ദൈവത്തെയാണ്. അവർ പ്രൈസസ് ആർ ഗോഡ് ഓറിയന്റഡ്, ദൈവ കേന്ദ്രിതമാണ് നമ്മുടെ പ്രാർത്ഥന. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 9 മുതൽ 14 വരെ ഒരു ഉപമ പറയുന്നുണ്ട്. ഈ സ്വയം നീതീകരിക്കുന്ന മനുഷ്യരെ കുറിച്ച് കർത്താവ് ഒരു കഥ പറയുന്നു. 2 മനുഷ്യര് പ്രാർത്ഥിക്കാൻ പോയി. ഈ പരീശന്റെ പ്രാർത്ഥനകളിലൊക്കെ വീഴ്ച വരും. ആരാധനകളിലാണ് ഏറ്റവും വലിയ അബദ്ധങ്ങൾ മനുഷ്യർ തെറ്റിപ്പോയത് കേട്ടോ. നിങ്ങൾ സ്വയം ആരാധനകളില് വലിയ വീഴ്ചകൾ വരാൻ സാധ്യത നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മളൊക്കെ ആരാധിക്കാൻ വന്ന് ഇത്രയും ഒക്കെ ചെയ്ത്, അച്ഛൻ പറഞ്ഞതുപോലെ ഇത്രയൊക്കെ റോഡൊക്കെ കടന്ന് നമ്മളൊക്കെ ഇത്ര ദൂരമൊക്കെ വന്ന് ഇത്രയൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ ഞായറാഴ്ച വരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുശ്രൂഷകളിൽ വരുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. അത് നമ്മളെ വലുതാക്കും ചിലപ്പോൾ. ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ഇവിടുന്ന് 8 മണിയാകുമ്പോഴേ ഞാൻ കാറെ കയറി ഇരുന്ന് 5 മണി ഹോണടി ശുശ്രൂഷയാണ് ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ. ഹോണടി ശുശ്രൂഷ എന്ന് പറയും. കാരണം എങ്കിലേ 8:05 ആകുമ്പോഴെങ്കിലും ഈ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും കാറിനകത്ത് കയറ്റി 8:40 8:35 എനിക്ക് പള്ളി വരാൻ, അല്ലെ? ഇതൊക്കെ ഓടി വന്ന് നമ്മൾ അവിടെ വരുമ്പോഴത്തേക്ക് കൊയറുകാരൻ റോബിയിൽ നിൽക്കുന്നു. ഞാനപ്പോൾ ബൈക്കൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്യുന്നു, അവിടെ വരുന്നു, ഇത് ചെയ്യുന്നു, എല്ലാം കഴിയുന്നു. ഭയങ്കര ഗംഭീരമായിട്ട് കുഴപ്പങ്ങളൊന്നും വരാതെ, ന്യൂനതയൊന്നും വരാതെ എല്ലാം നമ്മൾ ചെയ്യുന്നു. നിങ്ങളെല്ലാം വന്ന് കൈ തരുന്നു, പിന്നെ ഭക്ഷണം കഴിക്കുന്നു, നിങ്ങളോട് ഹായ് പറയുന്നു, സംസാരിക്കുന്നു. നമ്മൾ പറയുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെയോ ചെയ്തു തീർന്നു. നമ്മുടെ മലയാളത്തിലൊരു വാക്കുണ്ട്, കട്ടയും പടവും മടങ്ങുന്ന. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അറിയാതെ അറിയാതെ ഒരു അപകടമാണ് കേട്ടോ. നമ്മൾ വളർന്നു പോയോ കുഴപ്പമാണ്, നമ്മൾ വളർന്നോ കുഴപ്പം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ ദൈവ കേന്ദ്രിതമാണ്, ഗോഡ് ഓറിയന്റഡ്. The purpose of our worship is God. ഞാനൊന്നും അല്ല, നമ്മളല്ല. നമ്മുടെ ആരാധനയുടെ ലക്ഷ്യം ആരാ? ദൈവമാണ്.
ദൈവത്തെ പ്രസാദിപ്പിക്കലാണ്. ഈ മനുഷ്യന്റെ, ഈ പരീശന്റെ വീഴ്ച എന്താണെന്നറിയാമോ? പരീശന് 2-3 വീഴ്ച പറഞ്ഞു. ഒന്ന്, ഞാൻ ആണ്ടൊക്കെ ആണെന്ന് പുള്ളി അങ്ങ് ചിന്തിച്ചു. നിങ്ങൾ ആ ഭാഗം ഒന്ന്, ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ക്ഷണിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തില് അവിടെ പറയുന്നത്, ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, മലയാളത്തിൽ വായിക്കണമെന്ന് പറയാം, അങ്ങനെ പരീശൻ നിന്നുകൊണ്ട് തന്നോട്, ഹി പ്രേഡ് ടു ഹിംസെൽഫ് എന്ന്, തന്നോട് തന്നെ പറഞ്ഞു. ചിലക്ക് പ്രാർത്ഥന തന്നോട് തന്നെ ചില കാര്യങ്ങൾ, ഞാനൊരു വലിയ സംഭവമാണ്, മലയാളത്തിൽ തമാശ, ഞാനൊരു വലിയ സംഭവമാണ് എന്ന് പറയാനുള്ളതാണ് ചിലർക്ക് പ്രാർത്ഥന, ആരാധന. അയ്യോ എനിക്ക് അവരോട് എന്താ പറയാനുള്ളത്, അയ്യോ കഷ്ടം എന്നല്ലാതെ എന്താ പറയാനുള്ളത്. നമ്മൾ വലിയ സംഭവമാണെന്ന് പറയുന്ന മനുഷ്യരെ നമുക്ക്, പ്രത്യേകിച്ച് ആരാധനയുടെ മധ്യത്തിൽ, ദൈവജനത്തിന്റെ മധ്യത്തിൽ, സഭയ്ക്കകത്ത് അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അവരെ തിരുത്തി മുമ്പോട്ട് പോകാനൊക്കത്തില്ല. കാരണം ഇതൊക്കെ ചെയ്യുന്നത് എവിടാ? അവര് ഈ ദേവാലയത്തില. അവരെങ്ങനെ തിരുത്തും? കള്ളിഷാപ്പിലാണെങ്കിൽ പോയി തിരുത്തായിരുന്നു, നമ്മളത് പറഞ്ഞു. ആ പള്ളി പറ്റുമോ? ഇതിന്റെയൊക്കെ വലിയ കോളേജിലെ പ്രൊഫസർമാരാ ഞങ്ങളെപ്പോലുള്ള അച്ഛന്മാരും ഉപദേശിമാരും ഒക്കെ, ഞങ്ങളും മോശക്കാരെന്ന്. ഈ പരീശൻ നിന്ന് ഹി പ്രേഡ് ടു ഹിംസെൽഫ്, തന്നോട് തന്നെ. എന്തൊരു ദുരന്തമാണ് ഒരു പ്രാർത്ഥനയുടെ. നമ്മളുടെ പ്രാർത്ഥന ഇങ്ങനെയുള്ള സെൽഫ് ടോക്ക് ആണെങ്കിൽ എന്തൊരു അപകടമാണ്. നോക്കണം, വലിയ വീഴ്ചകൾ സംഭവിക്കും നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ പ്രാർത്ഥന സന്ദർഭങ്ങളിൽ. അതോ തന്നോട് തന്നെ പ്രാർത്ഥിച്ചു. ഹി വാസ് സോ ഐ കോൺഷ്യസ്, സെൽഫ് കോൺഷ്യസ്, സെൽഫ് റൈച്ചസ്. അപകടം കേട്ടോ. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പുള്ളിക്കൊരു ഹിസ് പ്രേയർ വാസ് എ ഡിസ്ക്രിമിനേറ്റീവ് പ്രേയർ. ഇതാണ് വേറൊരു കുഴപ്പം. ഒന്ന്, നമ്മളോട് തന്നെ പ്രാർത്ഥിക്കും. രണ്ട്, നമ്മൾക്കെല്ലാം ഒരു വിവേചന ചിന്തയുണ്ട് കേട്ടോ, ഇല്ലേ? നിങ്ങൾ സത്യസന്ധമായിട്ട് പറയാം, CSAക്കാരിലും കൊണ്ട് ഒട്ടുമിക്ക ക്രിസ്ത്യാനികളിലും ഈ വിവേചനമുണ്ട്. വിവേചനം, നിറത്തിന്റെ വിവേചനമുണ്ട്. അല്പം സ്വല്പം ഇരുണ്ടിരിക്കുന്ന മനുഷ്യരെ കണ്ടാൽ നമുക്കൊരു പൂച്ചവ, അല്ലേ? അല്പം സ്വല്പം കാറി വരാത്തവര്, ബസ്സിൽ വരുന്നവര്, അല്ലെ, അങ്ങനെയുള്ള വീട് താമസിക്കുന്ന ഇതൊന്നും ശരിയല്ല കേട്ടോ. ഇതൊന്നും ശരിയല്ല. ഇതൊന്നും സഭയിൽ പാടുള്ള കാര്യമല്ല. നിങ്ങളൊക്കെ ആരാണെങ്കിലും എന്താണെങ്കിലും സഭ, ദൈവത്തിന്റെ ആലയത്തിൽ വിവേചനം പാടില്ല. അവൻ നിന്നുകൊണ്ട് പറഞ്ഞ എന്താണെന്നറിയാമോ? ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ, പോട്ടെ, പുറത്തുള്ളവരെ കുറിച്ചൊക്കെ പറയാ, അവരെ പോലെയോ. പിന്നെ പറയേണ്ടതറിയാമോ? ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ തൊട്ടടുത്ത് പ്രാർത്ഥിക്കാൻ നിൽക്കുക. നോക്കണേ, അവനോട് നോക്കി അവനെ വെച്ചിട്ട് പറയാണ്, ഇവനെ പോലെയോ ഞാനല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും. ദൈവത്തിന്റെ സന്നിധിയിലാണ് നിൽക്കുന്നത്, പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ നിൽക്കുവാണ്, പ്രാർത്ഥിക്കാൻ നിൽക്കുവാണ്. അപ്പോഴാണ് അപ്പുറത്തിരിക്കുന്നവന്റെ വീട്ടുപേരും അവന്റെ ഹിസ്റ്ററിയും അവന്റെ ബയോഗ്രഫിയും അവന്റെ സുവോളജിയും എല്ലാം പഠിച്ചു വെച്ചിട്ടാണ്. ഒരുപാട് പഠിക്കണ്ട. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അമിതമായിട്ട് ഒരുപാട് അറിയണ്ട, അതിന്റെ ആവശ്യമില്ല ഫോർ യുവർ ലൈഫ്. എന്റെ ഭാര്യ എനിക്ക് നന്നായിട്ട് അറിയാം, ചുമ്മാതാ, ഒന്നും അറിഞ്ഞിട്ടല്ല. എന്റെ ഭാര്യ എന്നോട് പറയും, എന്റെ ഭർത്താവിനെ ഒന്നും എന്തിനാ അമിതമായിട്ട് അറിയുന്നേ? എന്തിനാ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ തുറന്നു പോകുന്നേ? അതിന്റെ ആവശ്യമില്ല. ഒരു ജീവിതത്തിന്, നമ്മുടെ വർത്തമാനകാല ജീവിതത്തിന് ആവശ്യമുള്ള അറിവ് മതി നമുക്ക്. ഇവിടെ നിന്നിട്ട് അവനോട് പറയും, ഇവൻ പരീശനാണ്, ഇവൻ കുഴപ്പക്കാരനാണ്, പിന്നെ അപ്പുറത്തുള്ളവരൊക്കെ അങ്ങനെ. ഇതാണ് ഞാൻ പറഞ്ഞ വിവേചനം. പ്രാർത്ഥന നിന്റെ വിവേചനം കാണിക്കാനുള്ള സ്ഥലമല്ല. ദൈവത്തിന്റെ ആലയം വിവേചനങ്ങൾ കാണിക്കാനുള്ള സ്ഥലമല്ല. വിവേചനം, അപ്പോസ്തലപ്രവൃത്തി നിങ്ങൾ 2-ാം അധ്യായം വായിക്കുമ്പോൾ അതായിരുന്നു അവരുടെ ആദ്യത്തെ സ്ട്രഗിൾ. ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വിവേചനമില്ല. എല്ലാം അവര് പൊതുവകയെന്ന് എണ്ണി എന്ന് പറഞ്ഞു കേട്ടിരുന്നു. ആദിമസഭയെ കുറിച്ച് എല്ലാം എല്ലാവരും എല്ലാവരും ഒരുപോലെ ഉള്ളതെല്ലാം അവർ തുല്യമായിട്ട് വീതിച്ചു. അതൊക്കെ ഇന്നൊന്നും പറ്റത്തില്ല. പക്ഷെ നമ്മുടെ മനസ്സുകൊണ്ട് പറ്റും. നമ്മുടെ മനസ്സിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ അവിടെ ഒരു വ്യത്യാസവും ഇല്ല. 70 കൊല്ലം മുമ്പ് വന്നവനും, 50 കൊല്ലം മുമ്പ് വന്നവനും, 40 കൊല്ലം വന്നവനും, ഇന്നലെ വന്നവനും എല്ലാം ഒരുപോലെ.
ഇവിടെ ഈ മനുഷ്യന്റെ ആരാധനയുടെ, പ്രാർത്ഥനയുടെ പരാജയം അതാ. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തെക്കാൾ ഏറെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ ചുറ്റുപാടും നിൽക്കുന്നവരെയാ, ഈ അടുത്ത് നിൽക്കുന്നവർ. ചിലരൊക്കെ അടുത്താരാ നിൽക്കുന്നതെന്ന് നോക്കിയിരിക്കുന്നവരുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. സ്ഥലം ഉള്ളിടത്ത് ഞാൻ പറയും, ആരാധനക്ക് ദൈവത്തിന്റെ ആലയത്തിൽ വരുമ്പോൾ നേരത്തെ വന്ന് മുമ്പിൽ ഇരിക്കണം. പുറകെ താമസിച്ചു പുറകിലിരിക്കണം. ആളും തരവും നോക്കി ഒന്നും ഇരിക്കണ്ട. അങ്ങനെ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ഇരിക്കണമെന്നുമില്ല. അത് ആരാധനയുടെ അന്തസ്സിന് ചേർന്നതല്ല, ആത്മീയവുമല്ല. ഈ പരീശന്റെ പ്രാർത്ഥനയുടെ പ്രശ്നം അതായിരുന്നു. വിവേചനം പാടില്ല. ദൈവത്തിന്റെ സന്നിധി വരുമ്പോ ഞാൻ ആരാ, അപ്പുറത്തിരിക്കുന്നത് ആരാ, എവിടാ, അതൊന്നുമല്ല. നമ്മളുടെ ചിന്ത എല്ലാം ദൈവീക ചിന്തയിലായിരിക്കണം. വി ഹാവ് ടു ബി ഗോഡ് കോൺഷ്യസ്. വി ഹാവ് ടു പ്രൈസ് ഗോഡ് ഫോർ വാട്ട് ഗോഡ് ഈസ്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന സ്ഥലമാണ്. ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണ്. ഞാൻ അതുകൊണ്ട് പറയും, അതാണ് ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് സ്പേസ് എന്ന് പറയും. വർഷിപ്പ് ബ്രിങ്സ് റിയൽ സോഷ്യലിസം, ഒരു സ്പിരിച്വൽ സോഷ്യലിസം എന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയാമെങ്കിൽ, നമ്മുടെ ആരാധനകളെ നമ്മളെ എല്ലാവരെയും തുല്യരാക്കും. അത് ഞാൻ കുപ്പായ വിട്ട് സർപ്രൈസും ഒക്കെ ഇട്ട് ഈ മൈക്കും ഒക്കെ ചുണ്ടായി കുത്തിവെച്ച് അവിടെ കയറി ഞാൻ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് അഡീഷണൽ പാക്കേജ് ഒന്നും കിട്ടത്തില്ല. ഒരു സൂട്ട് കേസ് ഇരിക്കട്ടെ, അച്ഛന് ചെയ്തതല്ലേ, ഇതൊന്നും എനിക്ക് കിട്ടത്തില്ല. എനിക്ക് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് ശേഷം, ഇറങ്ങിയതിന് ശേഷം എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷയിലൂടെ ഞാൻ ജനങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന്റെ അംശമാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ആ നല്ല ബോധമുണ്ട്. ആ ബോധം എനിക്ക് നഷ്ടപ്പെടുമ്പോൾ ഞാൻ അച്ഛനാകാൻ പറ്റുന്ന ആളല്ല. അത് എനിക്ക് മാത്രമല്ല, ഏത് വിശ്വാസിക്കും വേണം. കാരണം വരുന്നവർ കുറച്ചു പേർക്ക് കൊടുക്കും, കുറച്ച് പേർ അങ്ങനെ വിടുന്ന ഒരു ദൈവമല്ല. എല്ലാവർക്കും നന്മയോടുകൂടി അനുഗ്രഹമായി തുല്യമായി നൽകുന്ന ദൈവം. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ വിവേചനം പാടില്ല. അവൻ അതാണ്, ഇവൻ ഇതാണ്, അതിതാണ്. നോ. ആ കണ്ണ് വേണ്ട നമുക്ക്, ആ മനസ്സ് വേണ്ട, ആ അളവുകോലുകൾ നമുക്ക് വേണ്ട. ദൈവത്തിന്റെ സന്നിധി നമ്മൾ ദൈവത്തെ വല്ലാതെ ചെറുതാക്കുക. നോക്കണം, നമ്മൾ അങ്ങനെ ചെറുതാവുമ്പോൾ നമ്മുടെ ദൈവവും ചെറുതാവും. നമ്മുടെ ആരാധനയും വല്ലാതെ ഇടുങ്ങിയതാവും. നമ്മുടെ ആത്മീയത, നമ്മുടെ ദൈവത്തോടുള്ള സമർപ്പണം അങ്ങ് വല്ലാതെ മോശമായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നിടത്താണ് നമ്മളുടെ വ്യത്യാസങ്ങളൊക്കെ മാറുന്നത്. നിങ്ങൾ വിചാരിക്കും, എന്തിനാ ഇങ്ങനെ ഒരു ആരാധന, കുറെ പാട്ട്, എന്തിനാന്ന് ചോദിച്ചാൽ നമുക്കവിടെ ചോയ്സ് ഇല്ലല്ലോ. വി ഹാവ് എ കോമൺ ചോയ്സ്. വി ഓൾ ഷെയർ എ കോമൺ tone. We all share a common language. We all share a common need. നമ്മളെല്ലാം ഒരു പൊതുവായ ഭാഷയും ഒരു പൊതുവായ ആവശ്യത്തിലും നമ്മൾ എത്തിച്ചേരുക. നമുക്കെല്ലാം വ്യത്യസ്തങ്ങളായ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ആരാധനയിൽ വന്ന് നിൽക്കുമ്പോൾ, നമ്മൾ ഒരുമിച്ചൊരു പാട്ട് പാടുമ്പോൾ, ഒരുമിച്ചൊരു സങ്കീർത്തനം വായിക്കുകയും അത് കേൾക്കുകയും അതിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ ഈ മനോഭാവമാണ് എന്താണ്, ഒരു ഇന്റേണൽ യൂണിറ്റിയാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മളിലെ വിവേചനങ്ങൾ ഇല്ലാതാവുകയാണ്, നമ്മളിലെ ഉയർച്ച താഴ്ചകൾ ഇല്ലാതാവുകയാണ്, നമ്മളിലെ ഭേദങ്ങൾ ഇല്ലാതാവുകയാണ്. വി ബിക്കം യുണൈറ്റഡ് എന്ന മധ്യസ്ഥ പ്രാർത്ഥനയിൽ പറഞ്ഞു. നമ്മളിലെ നടുച്ചുവരുകളും വേർപാടുകളും ഒന്നുമില്ല. അതാണ് അൾത്താരയുടെ, യാഗപീഠത്തിന്റെ ഏറ്റവും വലിയ വിപ്ലവം. ദ റെവല്യൂഷൻ ഓഫ് ഓൾട്ടർ എന്ന് വേണേൽ പറയാം. നമ്മുടെ ആരാധനയുടെ, യാഗപീഠത്തിന്റെ, ആരാധനാലയത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം ഈ ലോകത്തിന് കൊടുക്കാനുള്ളത്, ഞങ്ങളെല്ലാം ക്രിസ്തുവിൽ ഒന്നാണ്. ഞങ്ങളില് വിഭാഗീയതകളില്ല, പരീക്ഷണമെന്നില്ല, ചുങ്കക്കാരനെന്നില്ല, അങ്ങനെ ചെയ്യുന്നവൻ ഇങ്ങനെ ഒന്നുമില്ല. We all are one. We all are united in Christ and God.
നോക്കിയേ, ദൈവത്തെ സ്തുതിക്കുന്നു, നമ്മൾ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ആരാധനയിൽ, നമ്മുടെ യാഗപീഠത്തിൽ, ഞാൻ അവിടെ പ്രസക്തമല്ല, നമ്മളവിടെ ആളേ അല്ല, നമ്മളവിടെ ആളേ അല്ല. ആരെങ്കിലും ആളാകാൻ നോക്കുന്നെങ്കിൽ ഓർത്താ മതി, നീ ആളായെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമല്ല. നമ്മൾ ആളല്ല, നമ്മൾ ആരുമല്ല. അതുകൊണ്ട് നമ്മുടെ ആരാധന, നമ്മുടെ യാഗപീഠങ്ങളെ നമ്മൾ കുറച്ചുകൂടെ വീണ്ടെടുക്കണം. കാരണം ഞാൻ ഒന്നാമത് പറഞ്ഞത് അതാണ്. സി, ഓൾട്ടേഴ്സ് ആർ അവർ ഇനീഷ്യൽ എക്സ്പ്രഷൻസ് ഓഫ് അവർ ഫെയ്ത്ത്. അത് നമ്മുടെ വീടുകളിലും ഈ യാഗപീഠത്തിന്റെ ഈ ഒരു ഇതുണ്ടാവണം, അല്ലേ? ചില വീട്ടിലെ കുടുംബ പ്രാർത്ഥനയിൽ പാട്ട് അപ്പം പറയും. അപ്പനിങ്ങനെ വലിയ കസേര വന്നിരിക്കും, അമ്മ സൈഡിലിരിക്കും, മക്കളെല്ലാം കൂടെ വേറെ സൈഡിലിരിക്കും. അപ്പനിരിക്കുന്നിടത്ത് മക്കൾക്ക് കയറിയിരിക്കാൻ പറ്റത്തില്ല. ഇതെവിടുത്തെ ന്യായമാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ഹയറാർക്കിയ. അപ്പം പാട്ട് പറയും, കീർത്തന 24 പാടും, മോൻ 23 സങ്കീർത്തനം വായിക്കും. ഹേയ്, അങ്ങനൊന്നുമില്ല. ഒരു ദിവസം ഒരു സൺഡേ സ്കൂൾ പാട്ട് പാടട്ടെ, നിങ്ങൾ VBSന്റെ പാട്ട് പാടട്ടെ. പണ്ട് ഇപ്പൊ കിയോം കിയോം കുരുവി ഞാനൊരു കിയോം കിയോം, ഒരു ദിവസം ആ പാട്ട് പാടിയാലും ഒരു കുഴപ്പമില്ല. എന്താ കുഴപ്പം? അല്ല, എല്ലാ ദിവസവും ഏത് ദിവസം കൂടെ പാർക്കാം ഇതൊക്കെ ആരും ഉണ്ടാക്കി വെച്ചാൽ? അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. ഒരു ദിവസം ഒരു VBS പാട്ട് പാടാം, ഒരു ദിവസം ഒരു എന്താ പറയുന്നത്, അല്ലാത്ത പാട്ടുകൾ പാടാം. സി, എല്ലാവർക്കും സ്പേസ് ഉണ്ടാകും. നമ്മുടെ കുടുംബം ഒരു യാഗപീഠമായി തുടങ്ങുന്നത് അങ്ങനെയാണ് കേട്ടോ. കുടുംബം യാഗപീഠമാകുന്നത് അങ്ങനെ. എവരിവൺ ഷുഡ് ഫീൽ ദാറ്റ് ദേ ആർ അക്നോളജ്ഡ്, അല്ലേ? ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ദൈവം അറിയുന്നുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിലുള്ളവരെയൊക്കെ ദൈവം നന്നായിട്ട് അറിയുന്നുണ്ട്. അത് മതി, അത് വേണം. പക്ഷേ നമ്മുടെ എവിടെയെല്ലാം നമ്മൾ ആരാധിക്കാൻ കൂടുമോ അവിടെയെല്ലാം അവിടെ കൂടിയിരിക്കുന്നവർ, അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം എന്താണ്, അവർ ഒരുമിച്ച് കൂടിയിരുന്ന സമയത്ത് എന്താണ്, സ്വർഗത്തിൽ നിന്ന് ആകാശം, അഗ്നിനാവുകൾ, ഇരുട്ടും അവിടെ ഇടിമുഴക്കവും ഒക്കെ ഉണ്ടായി. ആകാശത്തിൽ നിന്ന് ആത്മാവ് പിളർന്ന അഗ്നിനാവ് പോലെ ഇറങ്ങി. ശിഷ്യന്മാരുടെ മുകളിൽ മാത്രമാണോ ഇരുന്നത്? അല്ല, സകലരുടെ മേലും. ഞാനിപ്പോ വിചാരിക്കുന്നു അത് പുരുഷന്മാര് മാത്രമല്ല, അതിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങളും കാണുമെന്ന് ഞാൻ വിചാരിക്കും. അവിടെ ഉണ്ടായിരുന്ന ആബാല വൃദ്ധൻ ജനങ്ങളുടെ മേൽ, 120 പേരുടെ മേൽ, അവരുടെ ഏജോ അവരുടെ കാറ്റഗറിയോ അവരുടെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമില്ലാതെ എല്ലാവരുടെയും മേൽ ഒരേപോലെ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അതാ സഭയുടെ തുടക്കം. അതുകൊണ്ട് നമ്മളെ ഒന്നിപ്പിക്കുന്നതാ ദൈവത്തെ സ്തുതിക്കുന്ന പ്രക്രിയ. നമ്മൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, we construct a spiritual unity. So the praise and worship construct the spiritual unity. അല്ലാതെ അത് കൊയറുകാർക്ക് മാത്രമോ പുറകില് ഇടത് സൈഡില് മൂലക്കിരിക്കുന്ന 5-6 പേർക്ക് മാത്രമല്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം അത് ആദ്യം നമ്മൾ വീണ്ടെടുക്കേണ്ടത് ദൈവത്തെ മഹത്വം കൊടുക്കണം. അതിന് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ നമ്മൾ ചെറുതാവും. പരീക്ഷനെ പോലെയുള്ള പരീക്ഷ വീഴ്ച വരരുത്. അയ്യോ, ഞാൻ പതാരം കൊടുക്കുന്നു, ഞാൻ അങ്ങനെ കൊടുക്കുന്നു, ഞാൻ ഇങ്ങനെ കൊടുക്കുന്നു, ഞാൻ ഇവരെ പോലെയല്ല, ഞാൻ അവരെ പോലെയല്ല, ഞാൻ ശ്രേഷ്ഠനാ, ഞാൻ മിടുക്കനാ, ഞാൻ വലിയ സംഭവമാ. വേണ്ട, ആ വഴി നമുക്ക് വേണ്ട. ആ വഴി നമ്മുടെ നാശം മാത്രമല്ല, നമ്മുടെ വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസനാശമാണ്. നമ്മളുടെ സമൂഹത്തിന്റെ ആകമാനമായ സർവനാശം.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുക. നമ്മൾ ഈ ഭാഗം തന്നെ തുടർന്നും പഠിക്കും. നമ്മൾ അൾത്താരയുടെ ഒന്നാമത്തെ പാഠം ഓൾട്ടർ ആസ് എ പ്ലേസ് ഓഫ് പ്രൈസ് ആൻഡ് വർഷിപ്പ് ഇന്ന് ചുരുക്കുക. അതുകൊണ്ട് ഞാൻ ഈ ഭാഗം അവസാനം, നാളെ അടുത്ത ആഴ്ച നമ്മൾ അതിന്റെ വേറൊരു ആസ്പെക്റ്റാണ്, ഓൾട്ടറിന്റെ വേറൊരു ആസ്പെക്റ്റാണ് അടുത്ത വെള്ളിയാഴ്ച പറയുന്നത്. ഇനി ഞാൻ ഈ ഭാഗത്തെ കുറിച്ച് ആവർത്തിക്കില്ല. ഒന്ന് റിക്കളക്ട് ചെയ്ത് നല്ലതാണ്. യാഗപീഠം അത്ര ലളിതമൊന്നുമല്ല. ചുമ്മാ ഞാൻ നേരത്തെ 4 കല്ലെടുത്ത് വെച്ച് അവരുണ്ടാക്കിയതാ. ഉണ്ടാക്കാനും പൊളിക്കാനും എളുപ്പമാ, പക്ഷേ അത്ര എളുപ്പമല്ല. കാരണം അത് ആറ്റിറ്റ്യൂഡിൽ നിന്നുണ്ടാവേണ്ടതാണ്. ചില മാറിയ മനോനിലകൾ, മനോഭാവങ്ങൾ, സമീപനങ്ങൾ, സമർപ്പണങ്ങൾ. നമ്മുടെ അൾത്താരകളെ നമുക്കൊന്ന് വിശുദ്ധീകരിച്ചെടുക്കണ്ടേ, ഒന്ന് വീണ്ടെടുക്കണ്ടേ. നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല, നമ്മുടെ അപ്പനും അമ്മയൊക്കെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് അല്ലെ, നമ്മുടെ ഒക്കെ അപ്പന്മാരുടെ കയ്യിലൊന്നും വലിയ പൈസ ഒന്നും ഇല്ലായിരുന്നു. ഓരോ അണയ്ക്കും വില ഉണ്ടായിരുന്നു. 10 പൈസ, ഞാൻ 5 പൈസ കണ്ടിട്ടുള്ള 5 പൈസ. എന്റെ പുതുപ്പള്ളിയിൽ നിന്ന് കായംകുളം വരെ വരുന്ന 10 പൈസ മതി. ഇന്ന് 10 പൈസ ഒന്നും ഇല്ല, 5 പൈസ ഒന്നും ഇല്ല. 5 പൈസയും അതിന്റെയൊക്കെ മുമ്പത്തെ തലമുറ അരയണയും ഒരയണയൊക്കെ കണ്ടിട്ടുള്ളവരാണ് അല്ലെ, ചക്രങ്ങൾ കണ്ടിട്ടുള്ള മനുഷ്യരാ. പക്ഷെ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് എത്ര കൊടുത്താലും അതില്ല. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, പലർക്കും ഇല്ല. നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അവരിൽ നമ്മളിൽ അത് ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ തലമുറയെ അത് പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ അവര് നല്ല ആരാധകരാകും. ദൈവത്തിന് നന്ദി അർപ്പിക്കരുത്, ദൈവത്തിന് സ്തോത്രം ചെയ്തു. കാരണം അതൊരു മാനസാന്തരത്തിന്റെ തുടക്കം. നമ്മുടെ മാനസാന്തരത്തിന്റെ തുടക്കം യഥാർത്ഥത്തില് ഈ ദൈവത്തിനെ സ്തുതിക്കുന്ന, ദൈവത്തിനെ ആരാധിക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് ആരംഭിക്കണം. the very process of change, transformation must begin with our attitude in worship. ദൈവത്തെ ആരാധിക്കുന്ന ആ ഒരു മനോഭാവത്തിൽ നിന്ന് തന്നെ നമ്മുടെ മാനസാന്തരം ആരംഭിക്കണം. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണമായിട്ട് സമർപ്പിക്കാം. നല്ല ആരാധകരായി, ദൈവത്തെ മനഃപൂർവ്വമായി, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകൾക്ക് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നവരായി തുടരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഇപ്പോൾ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന ദൈവമേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. നാഥ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ലഭിച്ച അവസരങ്ങളെ ഓർത്ത്, കർത്താവെ, ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ദിവസങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുവാൻ നീ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അൾത്താരയുടെ അനുഭവം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം കർത്താവെ, കരുണയോടെ, സ്നേഹത്തോടെ, മനസ്സലിവോടെ ചേർത്ത് പിടിക്കുവാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് തരണമേ കർത്താവെ. ഞങ്ങൾ സഭയിൽ കൂടി വരുമ്പോൾ കർത്താവെ, മറ്റുള്ളവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ കർത്താവെ, സ്നേഹത്തോടെ, കരുതലോടെ, കരുണയോടെ അവരെ ചേർത്ത് പിടിക്കുവാനുള്ള വിശാലമായ ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെയാണ് സ്വർഗം ഇറങ്ങി വരുന്നതെന്ന് കാണുവാൻ തക്കവണ്ണം, ആ സ്വർഗത്തിലെ സന്തോഷം ഞങ്ങൾ അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുമിച്ച് അതിന്റെ പങ്കാളികളായി തീരുവാൻ നീ തുടർന്നുള്ള ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് കർത്താവെ. വഴിയിൽ ഞങ്ങളെ കർത്താവെ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ലല്ലോ. ആ ഒരു വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ ഞങ്ങൾ അങ്ങയുടെ അടുത്ത് വരുന്ന കർത്താവെ. ദൈവമേ, വിവിധ തരത്തിലുള്ള രോഗങ്ങളിലോ പ്രയാസങ്ങളിലോ പ്രശ്നങ്ങളിലോ അകപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ എല്ലാം അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുക. നാഥ, ഈ കൂടി വന്നിരിക്കുന്നവരിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ, വേദനപ്പെടുന്നവരുണ്ട് കർത്താവെ, രോഗത്തിന്റെ ഭാരത്തിലായിരിക്കുന്നവരുണ്ട്. അപ്പാ, അവിടുത്തെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, അവിടുന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ കർത്താവെ ശരീരത്തിന് സൗഖ്യം ലഭിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പാ,
അവിടുന്ന് ഞങ്ങളെ കാണണമേ കർത്താവേ. ഞങ്ങളുടെ കുറവുകളെയോ ഞങ്ങളുടെ ബലഹീനതകളെയോ ഞങ്ങളുടെ പാപങ്ങളെയോ അവിടെ നോർക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ നോക്കുമ്പോൾ അടിയനിതാ എന്ന് പറയുവാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഈ ദിവസങ്ങളിലൊക്കെ കർത്താവേ ഞങ്ങളെ ശക്തീകരിച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളെ ബലപ്പെടുത്തുന്ന കൃപകൾക്കായി സ്തോത്രം. യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും കർത്താവേ അപ്പാ അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളുടെ തലമുറകളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ അവിടുന്ന് പരിപാലിക്കണമേ കർത്താവേ. ദൈവഭക്തിയിൽ നിറയുവാൻ തക്കവണ്ണം ദൈവസ്നേഹത്തിൽ നിറയുവാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, ഞങ്ങൾ പഠിക്കുന്ന വചനത്തിനനുസൃതമായി ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ സമീപനങ്ങളിൽ മാറ്റമുണ്ടാകുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഫാസ്റ്റിംഗ് പ്രയർ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് കർത്താവേ. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുത്തെ സന്നിധിയിൽ ഒരുക്കുന്നുണ്ടപ്പാ. എന്നാൽ മാറ്റം വരേണ്ടത് എവിടെയാണെന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരാധനയ്ക്കായി സൺഡേ കർത്താവെ സഭയിൽ കടന്നു വരുമ്പോൾ ഈ മാറ്റം ഞങ്ങളിൽ ദർശിക്കുവാൻ തക്കവണ്ണം പഴയ ആളായിട്ടല്ല കർത്താവെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ പഴയതെല്ലാം കഴിഞ്ഞു പോയി, ഇതാ ഇന്ന് ഞാൻ പുതുതായി തീർന്നിരിക്കുന്നു. ആ ഒരു പുതു സൃഷ്ടിയായിട്ട് സഭയിൽ കടന്നു വരുവാൻ കർത്താവ് അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേട്ട വചനം നല്ല നിലത്ത് വീണ വിത്തുകളെ പോലെ കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്ത് ഞങ്ങളുടെ ശരീരങ്ങളെയും മനസ്സുകളെയും ആത്മീക വർധനയ്ക്കായി പ്രയോജനപ്പെടുത്തുന്ന ജീവിതങ്ങളായി രൂപാന്തരപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സൺഡേ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഇതുവരെയും കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകയും പിണക്കവും വിദ്വേഷവും വലിയവൻ എന്ന തോന്നലും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് ഞങ്ങൾ ദൈവം മുൻപാകെ ഒന്നാണെന്ന ചിന്തയോടെ, ഒന്നാണെന്ന വിശ്വാസത്തോടെ, ആ ഒരു തിരിച്ചറിവോടെ, വിവേകത്തോടെ കർത്താവെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വന്ന് നിന്റെ കർത്താവെ നേർച്ച കാഴ്ചകളെ കഴിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തരുന്ന അപ്പവും വീഞ്ഞും കർത്താവെ അവിടുത്തെ ശരീരവും രക്തവും ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകി തരുന്ന ദാനമാണെന്ന് കണ്ടറിഞ്ഞ് ഞങ്ങൾ ഭക്ഷിക്കുവാൻ പാനം ചെയ്യുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. അതിൽ കൂടെ ഞങ്ങൾ സൗഖ്യം പ്രാപിക്കുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ സന്തോഷം പ്രാപിക്കുവാൻ, തമ്മിൽ സ്നേഹിക്കുവാൻ, ചേർത്ത് പിടിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങളുടെ സഭയെ അവിടുന്ന് ഒരുക്കണമേ കർത്താവെ, ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉറങ്ങിക്കിടക്കുന്ന ജനം കർത്താവെ നിന്നിൽ ആനന്ദിച്ചുകൊണ്ട് ഉണരുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ വിശ്വാസങ്ങളും വ്യർത്ഥമായി പോകുവാൻ അവിടുന്ന് അനുവദിക്കരുതേ അപ്പാ. നല്ല സഭ ഞങ്ങൾക്ക് തന്നു, മനോഹരമായ ദൈവാലയം ഞങ്ങൾക്ക് നൽകി തന്നു കർത്താവെ. എന്നാൽ കൂടി വരുമ്പോൾ ദുഷിച്ച മനസ്സുമായിട്ടല്ല കർത്താവെ, സ്നേഹത്തിന്റെ പ്രകാശങ്ങളായി ഞങ്ങൾ തീരുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ നടത്തിയവരെ ഓർക്കുവാൻ, അവരെ മറന്നു പോകാതെ അവരെ ഒന്ന് ഓർക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവെ. കഴിഞ്ഞ കാലങ്ങളിൽ ഈ സഭയിൽ പ്രവർത്തിച്ച എല്ലാ കർത്താവെ അച്ഛന്മാരെയും കുടുംബങ്ങളെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാ കർത്താവെ. അവരുടെയൊക്കെ പ്രാർത്ഥന, അവരുടെയൊക്കെ ശുശ്രൂഷയാണ് കർത്താവെ ഇന്ന് ഈ ഒരു മനോഹരമായ ദൈവാലയത്തിൽ ഞങ്ങൾക്ക് കടന്നു വന്ന് ആരാധിക്കുവാനുള്ള കൃപ തന്നതെന്ന്, ആ ഒരു വെളിച്ചം വീശതെന്നുള്ള തിരിച്ചറിവോടുകൂടെ കർത്താവെ ഞങ്ങൾ അവരെയൊക്കെ ഓർത്ത് കർത്താവെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നീ അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തരുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. മറന്നു പോകുവാൻ അനുവദിക്കരുതേ അപ്പാ. നൽകി തന്ന ദാനങ്ങളെ ഓർക്കുവാൻ നീ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും അവിടുത്തെ ദാനമാണ് കർത്താവെ. അത് തുടർന്നും ഞങ്ങൾ ആ ജീവിതത്തിൽ കർത്താവെ ഓർത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും സമസ്തവും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളിപ്പോൾ പിരിയുന്ന നാഥാ, പിരിയാത്ത കൃപ ഞങ്ങളോട് കൂടെ ഇരുന്ന് തമ്മിൽ കാണുന്നത് വരെയും കൈവിട്ടു പോകാത്ത സ്നേഹത്തിൽ മുറുകെ പിടിച്ച്, വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുവാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അപേക്ഷിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാം, ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു മശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും പ്രിയമുള്ളവരെ നാം എല്ലാവരോടുകൂടെയും
നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടിയും പ്രത്യേകം രോഗത്തിന്റെ ക്ഷീണാവസ്ഥയിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുകൂടെ പലവിധമായ ആവശ്യങ്ങളോടായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടെ ഇന്നും വല്ല ഇപ്പോഴും നിരന്തരം വസിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ പ്രാർത്ഥനയില് ഏകദേശം 36 പേരോളം 36 ഡിവൈസസ് ഉണ്ടായിരുന്നു. പങ്കെടുത്ത എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ ഒരു സമയം വളരെ ക്വാളിറ്റിയോടുകൂടെ അത് ചെലവിടുന്നതിൽ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. താങ്ക് യു എവ്രി വൺ ഫോർ ജോയിനിങ് ആൻഡ് സ്പെൻഡിങ് യുവർ ടൈം ഇൻ പ്രയർ. പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ പറയാം. എനിത്തിങ് ടു ഷെയർ ക്യാൻ ഷെയർ. Thank you, Acha. Welcome, Dhoni. Thank you for joining. Thank you. Thank you. Praise the Lord, everyone.